الحمد لله والصلاة والسلام على رسول الله وعلى آله وصحبه أجمعين أما بعد اللهم علمنا ما ينفعنا وانفعنا بما علمتنا وزدنا علما اللهم آت نفوسنا تقواها وزكها أنت خير من زكاها أنت وليها ومولاها اللهم إنا نعوذ بك من علم لا ينفع ومن قلب لا يخشع ومن نفس لا تشبع ومن دعوة لا يستجاب لها. ഹജ്ജുമായി ബന്ധപ്പെട്ട ചില പാഠങ്ങളാണ് കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ സൂചിപ്പിക്കുകയുണ്ടായത്. ഹജ്ജും തൗഹീദും എന്ന വിഷയത്തിൽ ഹജ്ജിന്റെ പ്രധാനപ്പെട്ട കർമ്മങ്ങൾ, അതും തൗഹീദുമായുള്ള ബന്ധം നമ്മൾ സൂചിപ്പിക്കുകയുണ്ടായി. ഹജ്ജിലെ പ്രധാനപ്പെട്ട കർമ്മം, ഹജ്ജിന്റെ പ്രധാന ലക്ഷ്യമെന്ന് പറയുന്നത് അത് തൗഹീദിന്റെ സാക്ഷാത്കാരം തന്നെയാണ്. ആ തൗഹീദ് സ്ഥാപിക്കുന്നതിന് വേണ്ടി തൗഹീദിന്റെ വിളംബരമാണ് ഹജ്ജ് എന്ന് പറയുന്നത്. അതിലെ ഓരോ പ്രവർത്തനങ്ങളിലും ഓരോ കർമ്മങ്ങളിലും നമുക്കത് കാണാൻ കഴിയുന്നതാണ്. ഈ തൗഹീദിനെ ഊട്ടി ഉറപ്പിക്കുകയാണ് ഹജ്ജിന്റെ എല്ലാ കർമ്മങ്ങളും, അതിലെ പ്രാർത്ഥനകളുമെല്ലാം. നമുക്കറിയാവുന്നതുപോലെ തൗഹീദിനെ പണ്ഡിതന്മാർ മൂന്നായി വിഭജിച്ചതായി കാണാം. തൗഹീദുർ റുബൂബിയ്യ, തൗഹീദുൽ ഉലൂഹിയ്യ, തൗഹീദുൽ അസ്മാഇ വസ്സിഫാത്ത്. ഖുർആനിലെ ആയത്തുകളും അതുപോലെ തന്നെ ഹദീസുകളും അത് വ്യക്തമായി വിശദമായി പരിശോധിച്ചതിന് ശേഷം അതിനെ നമുക്ക് മൂന്നായി തിരിക്കാൻ കഴിയും എന്ന് പണ്ഡിതന്മാർ രേഖപ്പെടുത്തിയതായി കാണാം. ഒന്നാമത്തേത് തൗഹീദുർ റുബൂബിയ്യയാണ്. എന്താണ് തൗഹീദുർ റുബൂബിയ്യ എന്ന് പറഞ്ഞാൽ? ഇഫ്റാദുല്ലാഹി ബി അഫ്ആലിഹി, അല്ലാഹു സുബ്ഹാനഹു വ തആലയെ അവന്റെ പ്രവർത്തനങ്ങളിൽ ഏകനാക്കുക എന്ന കാര്യമാണ്. രണ്ടാമത്തേത് തൗഹീദുൽ ഉലൂഹിയ്യയാണ്. ഇഫ്റാദുല്ലാഹി ബിൽ ഇബാദ, നമ്മൾ നിർവഹിക്കുന്ന ഇബാദത്തുകൾ അതിൽ അല്ലാഹുവിനെ ഏകനാക്കുക. ആ ഇബാദത്ത് അത് മറ്റൊരാൾക്കും നൽകാതെ അല്ലാഹു സുബ്ഹാനഹു വ തആലക്ക് മാത്രമാക്കുക. അതാണ് തൗഹീദുൽ ഉലൂഹിയ്യ എന്ന് പറയുന്നത്. അതുകൊണ്ട് തന്നെ തൗഹീദുൽ ഉലൂഹിയ്യക്ക് തൗഹീദുൽ ഇബാദ എന്ന പേരും അതിനെ വിളിക്കാറുണ്ട്, അതിനെ പറയാറുണ്ട്. മൂന്നാമത്തെ ഇനമാണ് തൗഹീദുൽ അസ്മാഇ വസ്സിഫാത്ത്. അല്ലാഹുവിന്റെ നാമങ്ങൾ, അല്ലാഹുവിന്റെ വിശേഷണങ്ങൾ, അല്ലാഹുവിന്റെ ഗുണങ്ങൾ, അതിലെല്ലാം അല്ലാഹുവിനെ ഏകനാക്കുക. അതിൽ അല്ലാഹുവെ പോലെ മറ്റൊരാളുമില്ല എന്ന് വിശ്വസിക്കുക. അതാണ് തൗഹീദു അൽ അസ്മാഇ വസ്സിഫാത്ത്. ഈ തൗഹീദിന്റെ മൂന്ന് ഇനങ്ങളെയും അതിനെ ഊട്ടി ഉറപ്പിക്കുന്ന വാക്കുകൾ, അത്തരത്തിലുള്ള ദിക്റുകൾ നമുക്ക് ഹജ്ജിന്റെ പ്രാർത്ഥനകളിൽ നമുക്ക് കാണാൻ കഴിയുന്നതാണ്. തൽബിയത്തിന്റെ വചനം നമുക്കെല്ലാവർക്കും അറിയാം. ലബ്ബൈക അല്ലാഹുമ്മ ലബ്ബൈക ലബ്ബൈക ലാ ശരീക ലക ലബ്ബൈക ഇന്നൽ ഹംദ വന്നിഅമത ലക വൽ മുൽക് ലാ ശരീക ലക. ഈ തൽബിയത്തിലും അതുപോലെ തന്നെ ഹജ്ജിന്റെ കർമ്മങ്ങളിൽ സഈന്റെ സന്ദർഭത്തിൽ സഫാ പർവ്വതത്തിന്റെ സഫാ കുന്നിന്റെ മുകളിൽ കയറിക്കൊണ്ട് അവിടെ വെച്ച് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പ്രാർത്ഥിച്ചതായി കാണാം. ലാ ഇലാഹ ഇല്ലല്ലാഹു വഹ്ദഹു ലാ ശരീക ലഹു ലഹുൽ മുൽക്കു വലഹുൽ ഹംദ് യുഹ്യി വയുമീത് വഹുവ അലാ കുല്ലി ഷൈഇൻ ഖദീർ. ഈ രണ്ട് പ്രാർത്ഥനകൾ, ഈ രണ്ട് ദുആകൾ അത് നമ്മൾ പരിശോധിച്ചാൽ തൗഹീദിന്റെ ഈ മൂന്ന് ഇനങ്ങളും അതിലൂടെ കടന്നു വരുന്നുണ്ട്. ഓരോന്നോരോന്നായി നമുക്ക് പരിശോധിക്കാം. ഒന്നാമത്തേത് തൗഹീദുർ റുബൂബിയ്യയാണ്. അള്ളാഹുവിന്റെ പ്രവർത്തനങ്ങളിൽ അള്ളാഹുവിനെ ഏകനാക്കുക എന്നുള്ള കാര്യം അത് ഈ പ്രാർത്ഥനകളിൽ കടന്നു വരുന്നുണ്ട്. തൽബിയത്തിൽ നമുക്ക് കാണാം ഇന്നൽ ഹംദ വന്നിഅമത ലക, എല്ലാ നിഅമത്തുകളും എല്ലാ അനുഗ്രഹങ്ങളും അത് നിന്റേതാകുന്നു. അനുഗ്രഹങ്ങൾ നൽകുന്നവൻ അത് അല്ലാഹു സുബ്ഹാനഹു വ തആലയാണ്. അതുപോലെ തന്നെ വൽ മുൽക്ക്, എല്ലാ ആധിപത്യവും എല്ലാ അധികാരവും അത് അതിന്റെ യഥാർത്ഥ ഉടമസ്ഥൻ അല്ലാഹു സുബ്ഹാനഹു വ തആലയാണ്. അതുപോലെ തന്നെ സഫാ കുന്നിന്റെ മുകളിൽ കയറി പ്രാർത്ഥിക്കുന്ന പ്രാർത്ഥനയിൽ പെടുന്ന കാര്യമാണ് യുഹ്യി വയുമീത്, ജീവിപ്പിക്കുകയും മരിപ്പിക്കുകയും ചെയ്യുന്നത്. ഇതെല്ലാം അല്ലാഹു സുബ്ഹാനഹു വ തആലയാണ്. ഇതെല്ലാം തൗഹീദുർ റുബൂബിയ്യയെ അരക്കെട്ടുറപ്പിക്കുന്ന കാര്യങ്ങളാണ്, തെളിവുകളാണ്. രണ്ടാമത്തെ കാര്യം തൗഹീദു അൽ ഉലൂഹിയ്യ, അഥവാ അല്ലാഹു സുബ്ഹാനഹു വ തആലക്ക് മാത്രമേ ഇബാദത്തിന്റെ എല്ലാ ഇനങ്ങളും എല്ലാ വശങ്ങളും അത് നൽകാൻ പാടുള്ളൂ, അതിൽ മറ്റൊരാളെയും പങ്കു ചേർക്കാൻ പാടില്ല എന്ന തൗഹീദുൽ ഉലൂഹിയ്യയും നമുക്ക് ഈ പ്രാർത്ഥനകളിൽ കാണാൻ കഴിയും. സഫാ കുന്നിന്റെ മുകളിൽ കയറി ആദ്യമായി പ്രാർത്ഥിക്കുന്ന കാര്യം എന്താണ്? ലാ ഇലാഹ ഇല്ലല്ലാഹ് വഹ്ദഹു ലാ ശരീക ലഹു. ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്നതിന്റെ അർത്ഥം എന്താണ്? ലാ മഅബൂദ ബിഹഖ്ഖിൻ ഇല്ലല്ലാഹ്, ആരാധിക്കപ്പെടാൻ അർഹനായി ആരാധനകൾക്ക് മുഴുവൻ അത്
നൽകപ്പെടാൻ അർഹനായവൻ അല്ലാഹു സുബ്ഹാനഹു വ തആല മാത്രമാണ് എന്നതാണ് ലാ ഇലാഹ ഇല്ലല്ലാഹയുടെ അർത്ഥം. അതാണ് സഫാ പർവ്വതത്തിന്റെ മുകളിൽ കയറി അതുപോലെ തന്നെ മറുവയിലെത്തുമ്പോൾ വീണ്ടും അത് ആവർത്തിച്ച് പറയുന്നുണ്ട്. അങ്ങനെ ഓരോ ഘട്ടങ്ങളിലും ഒരു ഹാജി അത് തൗഹീദുൽ ഉലൂഹിയ അത് വീണ്ടും വീണ്ടും ആവർത്തിച്ച് പറയുകയാണ്, പ്രഖ്യാപിക്കുകയാണ്. മൂന്നാമത്തെ ഇനമാണ് തൗഹീദുൽ അസ്മാഇ വസ്സിഫാത്ത്. അള്ളാഹുവിന്റെ നാമങ്ങളിലും വിശേഷണങ്ങളിലും അള്ളാഹുവിനെ ഏകനാക്കുക എന്ന കാര്യം. അതും ഈ തൽബിയത്തിൽ നമുക്ക് കാണാൻ കഴിയും. ഇന്നൽ ഹംദ, എല്ലാ ഹംദും അള്ളാഹുവെ നിനക്കാകുന്നു. എന്താണ് ഹംദ് എന്ന് പറഞ്ഞാൽ? നമ്മൾ പലതവണ കേട്ട വാക്കായിരിക്കും അൽ ഹംദ് എന്നുള്ള വാക്ക്, എല്ലാ സ്തുതിയും. ഹംദിന്റെ വിശദീകരണമായി പണ്ഡിതന്മാർ പറഞ്ഞതായി കാണാം. ഹംദ് എന്ന് പറഞ്ഞാൽ ഹുവ സനാഉ അലല്ലാഹി ബിഅസ്മാഇഹി വസിഫാതിഹി മഹബ്ബതൻ വതഅദീമ. അള്ളാഹുവിന്റെ നാമങ്ങൾ, അള്ളാഹുവിന്റെ വിശേഷണങ്ങൾ അതൊക്കെ മുൻനിർത്തിക്കൊണ്ട് അള്ളാഹുവിനെ പ്രകീർത്തിക്കുക, അള്ളാഹുവിനെ സ്തുതിക്കുക, അതിനാണ് ഹംദ് എന്ന് പറയുന്നത്. അപ്പോൾ അള്ളാഹു സുബ്ഹാനഹു വ തആലയെ ബഹുമാനിച്ചുകൊണ്ട്, അള്ളാഹുവിനോടുള്ള ഇഷ്ടം കൊണ്ട്, അള്ളാഹുവിന്റെ നാമങ്ങളും വിശേഷണങ്ങളും ഒക്കെ നിർത്തിക്കൊണ്ട് അള്ളാഹുവിനെ സ്തുതിക്കുക, അള്ളാഹുവിനെ പ്രശംസിക്കുക, അതിനാണ് ഹംദ് എന്ന് പറയുന്നത്. അപ്പോൾ ലഹുൽ ഹംദു, അള്ളാഹുവെ നിനക്കാകുന്നു സർവസ്തുതിയും എന്ന് പറയുന്നതോടുകൂടി ഒരു വ്യക്തി അവൻ അള്ളാഹുവിനെ അവന്റെ നാമങ്ങളിലും വിശേഷണങ്ങളിലും അള്ളാഹുവിനെ ഏകനാക്കുകയാണ് എന്ന കാര്യം നമുക്ക് മനസ്സിലാക്കാൻ കഴിയും. അപ്പോൾ തൗഹീദിന്റെ ഈ 3 ഇനങ്ങളും അത് ഹജ്ജിന്റെ പല ഘട്ടങ്ങളിലായി, ഹജ്ജിന്റെ പല ദുആകളിലായി ഇത് കടന്നു വരുന്നുണ്ട് എന്ന കാര്യം നമ്മൾ ഓർമ്മിക്കേണ്ടതാണ്. എന്നാൽ അള്ളാഹു സുബ്ഹാനഹു വ തആലയുടെ ചില വിശേഷണങ്ങൾ, ചില സിഫാത്തുകൾ അത് പ്രത്യേകമായി ഹജ്ജിന്റെ വേളകളിൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ അവിടുന്ന് പഠിപ്പിച്ചതായി കാണാം, അവിടുന്ന് സ്വഹാബത്തിനെ ഓർമ്മിപ്പിച്ചതായി കാണാം. അതിലൊന്നാണ് ഉലൂവുല്ലാഹ്. അള്ളാഹു സുബ്ഹാനഹു വ തആല അവൻ ഉപരിയിലാകുന്നു. 7 ആകാശങ്ങൾക്കും മീതെ, അർശിന്റെ മീതെയാണ് അള്ളാഹു സുബ്ഹാനഹു വ തആലയുള്ളത്. അള്ളാഹു അർശിൽ ഇസ്തിവാ ചെയ്തിരിക്കുകയാണ്. അങ്ങനെ അള്ളാഹു സുബ്ഹാനഹു വ തആലയുടെ ഉലൂവിനെ അറിയിക്കുന്ന കാര്യങ്ങൾ ഹജ്ജിന്റെ വേളയിൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ സഹാബത്തിനെ ഓർമ്മിപ്പിച്ചിട്ടുണ്ട്. അറഫാ ദിനത്തിൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ ഹജ്ജത്തുൽ വദാഇന്റെ ആ സന്ദർഭത്തിൽ, ആ പ്രസംഗത്തിന്റെ വേളയിൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ സഹാബത്തിനോട് പറയുന്നുണ്ട്, നാളെ പരലോകത്ത് അല്ലാഹു സുബ്ഹാനഹു വ തആല എന്നെ കുറിച്ച് നിങ്ങളോട് ചോദിക്കുന്നതാണ്. ആ സന്ദർഭത്തിൽ നിങ്ങൾ എന്ത് മറുപടിയാണ് പറയുക? സഹാബത്ത് പറയുന്നു, നശ്ഹദു അന്നക ഖദ് ബല്ലഗ്ത വഅദ്ദൈത വനസഹ്ത. സഹാബത്ത് പറയുകയാണ്, റസൂലേ, അങ്ങ് അല്ലാഹുവിന്റെ സന്ദേശം, ആ റിസാലത്ത് അത് ഞങ്ങൾക്ക് എത്തിച്ചു തന്നിട്ടുണ്ട്. അതുപോലെ തന്നെ അങ്ങയുടെ ഉത്തരവാദിത്തം അത് താങ്കൾ നിർവഹിച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ ഈ ഉമ്മത്തിനോടുള്ള ഗുണകാംക്ഷയോടുകൂടി താങ്കൾ ഞങ്ങൾക്ക് ഉപദേശം നൽകിയിട്ടുണ്ട് എന്ന് സഹാബത്ത് സാക്ഷ്യം വഹിക്കുകയാണ്. ആ സന്ദർഭത്തിൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ അവിടുന്ന് ചെയ്തതായി കാണാം, ഫഖാല ബിഇസ്ബഇഹി സബ്ബാബതി യർഫഉഹാ ഇല السماء. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ അവിടുത്തെ ചൂണ്ടുവിരൽ മുകളിലേക്ക് ഉയർത്തുകയാണ്, ആകാശത്തേക്ക് ഉയർത്തുകയാണ്. ഇതിൽ നിന്ന് പണ്ഡിതന്മാർ പറഞ്ഞതായി കാണാം, അല്ലാഹു സുബ്ഹാനഹു വ തആല അവൻ ഉപരിയിലാണ് എന്നതിന്റെ വ്യക്തമായ തെളിവുകളാണിത്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ മറ്റൊരു ഹദീസിലും നമുക്ക് കാണാം, ഒരു അടിമസ്ത്രീയെ അവരോട് ചോദിക്കുന്നുണ്ട് അല്ലാഹു എവിടെയാണ്. ആ സന്ദർഭത്തിൽ അവർ മുകളിലേക്ക് വിരൽ ചൂണ്ടിയതായി കാണാം. ആ സന്ദർഭത്തിൽ അവരെ മോചിപ്പിക്കാനായി റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ കൽപ്പിക്കുകയാണ്. അപ്പോൾ അല്ലാഹു സുബ്ഹാനഹു വ തആല അവൻ ഉപരിയിലാകുന്നു എന്ന സിഫത്ത്, എന്ന പാഠം റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ ഹജ്ജിന്റെ വേളയിൽ പ്രത്യേകമായി സഹാബത്തിനെ ഓർമ്മിപ്പിച്ചതായി കാണാം. വിശുദ്ധ ഖുർആനിൽ അല്ലാഹു പറയുന്നു, അഅമിൻതും മൻ ഫിസ് സമാഇ. ആകാശത്തുള്ളവൻ, ഉപരിയിലുള്ളവൻ, അവനെപ്പറ്റി നിങ്ങൾ നിർഭയനായിരിക്കുകയാണോ? അപ്പോൾ അല്ലാഹു സുബ്ഹാനഹു വ തആല അല്ലാഹു ഉപരിയിലാകുന്നു, 7 ആകാശങ്ങൾക്കും മീതെയാണ് എന്ന കാര്യമാണ് അഹ്ലുസുന്ന വൽ ജമാഅ വിശ്വസിക്കുന്നത്. വിശുദ്ധ ഖുർആനിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞു, അർ-റഹ്മാനു അലൽ അർശി ഇസ്തവാ. അല്ലാഹു സുബ്ഹാനഹു വ തആല റഹ്മാനായ അല്ലാഹു അർശിൽ ഇസ്തിവാ ചെയ്തിരിക്കുന്നു, ആരോഹണം ചെയ്തിരിക്കുന്നു. അപ്പോൾ അല്ലാഹു അർശിൽ ഇസ്തിവാ ചെയ്തിരിക്കുന്നു എന്ന് വിശുദ്ധ ഖുർആനിൽ 7ഓളം സ്ഥലങ്ങളിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞിട്ടുണ്ട്. ഈ ആയത്തുകളെല്ലാം അറിയിക്കുന്ന കാര്യം എന്താണ്? അള്ളാഹു സൃഷ്ടികളെക്കാൾ ഏറ്റവും മുകളിലുള്ളവനാണ്, അള്ളാഹു ഉപരിയിലാണ്. അള്ളാഹുവിന്റെ സിഫത്തുകൾ കൊണ്ടും അള്ളാഹുവിന്റെ വിശേഷണങ്ങൾ കൊണ്ടും അള്ളാഹുവിന്റെ ആധിപത്യം കൊണ്ടും അള്ളാഹുവിന്റെ അസ്തിത്വം കൊണ്ടുമെല്ലാം അള്ളാഹു സുബ്ഹാനഹു വ തആല എല്ലാ സൃഷ്ടികൾക്കും മീതെയാണ്, ഉപരിയിലാണ് എന്ന പാഠമാണ് ഹജ്ജിന്റെ ഈ പാഠത്തിൽ നിന്ന് നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യം. മലക്കുകളെ കുറിച്ച് അള്ളാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞു, യഖാഫൂന റബ്ബഹും മിൻ ഫൗഖിഹിം. മലക്കുകൾ അവരുടെ റബ്ബിനെ ഭയപ്പെടുന്നു, അവർക്ക് മീതെയുള്ള, അവർക്ക് മുകളിലുള്ള റബ്ബിനെ എന്ന് വിശുദ്ധ ഖുർആനിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല അവരെ കുറിച്ച് പറഞ്ഞതായി കാണാം. അപ്പോൾ അല്ലാഹുവിന്റെ ഒന്നാമത്തെ സിഫത്താണ് ഉലൂവ് എന്ന സിഫത്തിനെ
റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ പ്രത്യേകം ഹജ്ജിന്റെ വേളയിൽ ഓർമ്മിപ്പിച്ചതായി കാണാം. രണ്ടാമത്തെ സിഫത്താണ് നുസൂലുല്ലാഹ്. അല്ലാഹു സുബ്ഹാനഹു വതആല ഭൂമിയോടടുത്ത ആകാശത്തേക്ക്, വാനലോകത്തേക്ക് അല്ലാഹു ഇറങ്ങി വരും എന്നുള്ള കാര്യം അതും റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ സഹാബത്തിനെ അറിയിച്ചിട്ടുണ്ട്. അറഫാ ദിനത്തിന്റെ അന്നിൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ പറയുന്നു, ആ ദിവസത്തെ അന്ന് വൈകുന്നേര സമയത്ത് ഫഇന്നല്ലാഹ യഹ്ബിതു ഇല അസ്സമാഇ ദുനിയ, അല്ലാഹു സുബ്ഹാനഹു വതആല ഭൂമിയോടടുത്ത ആകാശത്തേക്ക് ഇറങ്ങി വരും. ഫയുബാഹി ബികുമുൽ മലായിക, എന്നിട്ട് അവിടെയുള്ള ആളുകൾ, തടിച്ചുകൂടിയ ആളുകൾ, അവരെ കൊണ്ട് അല്ലാഹു മലക്കുകളോട് അഭിമാനം പറയുമെന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞതായി കാണാം. അപ്പോൾ അല്ലാഹു സുബ്ഹാനഹു വതആല ഇറങ്ങി വരും, അല്ലാഹുവിന്റെ നുസൂൽ, അല്ലാഹു ഇറങ്ങി വരും എന്നറിയിക്കുന്ന എല്ലാ ഹദീസുകളും അത് അല്ലാഹു ഉപരിയിലുള്ളവനാണ് എന്നതിന് തെളിവാണ്. അതെങ്ങനെയാണ്? കാരണം ഇറക്കം എന്ന് പറയുന്നത് അത് മുകളിൽ നിന്ന് താഴേക്കാണ്. അതുകൊണ്ട് തന്നെ അല്ലാഹു ഇറങ്ങുമെന്ന് അറിയിക്കുന്ന ഹദീസുകൾ അതെല്ലാം അല്ലാഹു ഉപരിയിലാണ് എന്ന് അറിയിക്കുന്നതാണ് എന്നുകൂടി നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട്. അപ്പോൾ അഹ്ലുസുന്ന വൽ ജമാഅ അവർ അല്ലാഹു സുബ്ഹാനഹു വതആലയുടെ സിഫാത്തുകളെ എപ്രകാരമാണോ വന്നിട്ടുള്ളത് അതേ രൂപത്തിൽ വിശ്വസിക്കുന്നവരാണ്. അതിനെ അവർ നിഷേധിക്കുകയില്ല, അതല്ലെങ്കിൽ സൃഷ്ടികളോട് അതിനെ സാദൃശ്യപ്പെടുത്തുകയില്ല, അതല്ലെങ്കിൽ അതിന് തെറ്റായ അർത്ഥങ്ങൾ നൽകി അതിനെ ദുർവ്യാഖ്യാനിക്കുകയില്ല എന്ന് പ്രത്യേകം മനസ്സിലാക്കേണ്ടതുണ്ട്. ഹജ്ജിൽ നിന്ന് നമുക്ക് ലഭിക്കാനുള്ള രണ്ടാമത്തെ പാഠമായി പണ്ഡിതന്മാർ പറഞ്ഞു, അത്തമസ്സുകു ബിൽ കിതാബി വസ്സുന്ന, ഖുർആനിനെയും സുന്നത്തിനെയും മുറുകെ പിടിക്കണം, ജീവിതാന്ത്യം വരെ അത് രണ്ടും മുറുകെ പിടിക്കണം എന്ന പാഠം ഹജ്ജിൽ നിന്നും നാം ഓരോരുത്തരും ഉൾക്കൊള്ളേണ്ടതാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ഹജ്ജത്തുൽ വദാഇൽ വെച്ച് അവിടുന്ന് പറയുകയാണ്, പ്രസംഗിക്കുകയാണ്, വഖദ് തറക്തു ഫീകും മാ ലൻ തദില്ലു ബഅദഹു ഇൻ ഇഅ്തസംതും ബിഹി. റസൂലുള്ളാഹി സ്വഹാബത്തിനോട് പറയുന്നു, നിങ്ങളിൽ ഞാൻ ഒരു കാര്യം വിട്ടേച്ചു പോവുകയാണ്, ആ കാര്യം അത് നിങ്ങൾ മുറുകെ പിടിക്കുന്ന കാലത്തോളം നിങ്ങൾ ഒരിക്കലും വഴിപിഴച്ചു പോവുകയില്ല. കിതാബുല്ലാഹ്, അത് അല്ലാഹുവിന്റെ കിതാബാകുന്നു എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ സഹാബത്തിനോട് പറഞ്ഞതായി കാണാം. അതുപോലെ തന്നെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ ഹജ്ജിന്റെ കർമ്മങ്ങൾ അതിനെക്കുറിച്ച് അവിടുന്ന് പറയുന്നു, ഖുദൂ അന്നീ മനാസികകും, ഹജ്ജിന്റെ കർമ്മങ്ങൾ നിങ്ങൾ എന്നിൽ നിന്ന് സ്വീകരിക്കുക, ഞാൻ എങ്ങനെയാണോ ഹജ്ജിന്റെ കർമ്മങ്ങൾ ചെയ്തത്, അനുഷ്ഠിച്ചത്, അതുപോലെ നിങ്ങൾ അത് എന്നിൽ നിന്ന് സ്വീകരിക്കുക എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞതായി കാണാം. ഇത് ഹജ്ജിന്റെ കാര്യത്തിൽ മാത്രമല്ല, എല്ലാത്തിലും ഇതുപോലെ തന്നെയാണ്. നമസ്കാരത്തിന്റെ കാര്യത്തിൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞില്ലേ, സല്ലു കമാ റഅയ്തുമൂനി ഉസല്ലി, ഞാൻ എപ്രകാരം നമസ്കരിക്കുന്നത് നിങ്ങൾ കണ്ടുവോ അപ്രകാരം നിങ്ങൾ നമസ്കരിച്ചു കൊള്ളുക. അപ്പോൾ കിതാബും സുന്നത്തും അത് രണ്ടും മുറുകെ പിടിക്കണമെന്ന പാഠമാണ് ഹജ്ജിൽ നിന്നും നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യം. എന്നിട്ട് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ അവിടെ കൂടിയ സഹാബത്തിനോട് ചോദിക്കുകയാണ്, വഅൻതും തുസ്അലൂന അന്നി ഫമാ അൻതും ഖായിലൂൻ, നാളെ പരലോകത്ത് വെച്ച് നിങ്ങളോട് എന്നെ കുറിച്ച് ചോദിക്കപ്പെടും, ആ സന്ദർഭത്തിൽ നിങ്ങൾ എന്താണ് പറയുക? അല്ലാഹു സുബ്ഹാനഹു വതആല വിശുദ്ധ ഖുർആനിൽ പറഞ്ഞതുപോലെ, ഫലനസ്അലന്നല്ലദീന ഉർസില ഇലൈഹിം വലനസ്അലന്നൽ മുർസലീൻ, അല്ലാഹു പറയുന്നു, നമ്മുടെ നബിമാർ അവർ ആരുടെ അടുക്കലേക്കാണോ അയക്കപ്പെട്ടത് അവരെ നാം ചോദ്യം ചെയ്യും. അതുപോലെ തന്നെ ആ റസൂലുമാരോടും അയക്കപ്പെട്ട റസൂലുമാരെയും അല്ലാഹു സുബ്ഹാനഹു വതആല ചോദ്യം ചെയ്യുന്നതാണ്. നമ്മളോടുള്ള ചോദ്യം എന്താണ്? അല്ലാഹു പറഞ്ഞു, ഫമാദാ അജബ്തുമുൽ മുർസലീൻ, നിങ്ങൾ അല്ലാഹുവിന്റെ റസൂലുമാർക്ക് നിങ്ങൾ എന്താണ് ഉത്തരം നൽകിയത്? അവർ നിങ്ങൾക്ക് അറിയിച്ചു തന്ന ഖുർആനിന്റെ അധ്യാപനങ്ങൾ അത് നിങ്ങൾ സ്വീകരിക്കുകയാണോ, അതല്ല അത് നിങ്ങൾ തള്ളിക്കളയുകയാണോ? എന്താണ് നിങ്ങൾ അവർക്ക് ഉത്തരം നൽകിയത് എന്ന ചോദ്യം അല്ലാഹു സുബ്ഹാനഹു വതആല നമ്മോട് ചോദിക്കുന്നതാണ്. ആ സന്ദർഭത്തിൽ സഹാബത്ത് പറഞ്ഞു, റസൂലെ, താങ്കൾ ഞങ്ങൾക്ക് ദീന് എത്തിച്ചു തന്നിട്ടുണ്ട്, താങ്കളുടെ ഉത്തരവാദിത്തം അത് പൂർണ്ണമായും നിർവഹിച്ചിട്ടുണ്ട്. ആ സന്ദർഭത്തിലാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തന്റെ ചൂണ്ടുവിരൽ ആകാശത്തേക്ക് ഉയർത്തിക്കൊണ്ട് അവിടുന്ന് പറയുകയുണ്ടായി, അല്ലാഹുമ്മ ഷ്ഹദ്, അല്ലാഹുമ്മ ഷ്ഹദ്, അല്ലാഹുവേ നീ ഇതിന് സാക്ഷിയാണ്. അപ്പോൾ മുഹമ്മദുൻ സല്ലല്ലാഹു അലൈഹി വസല്ലം അവിടുന്ന് ദീൻ നമുക്ക് പൂർണ്ണമായും എത്തിച്ചു തന്നിട്ടുണ്ട്. യാതൊന്നും തന്നെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ അവിടുന്ന് വിട്ടേച്ചു പോയിട്ടില്ല. ഈ ഉമ്മത്തിനോട് അങ്ങേയറ്റം നസീഹത്തുള്ള, ഗുണകാംക്ഷയുള്ള, കരുണയുള്ള പ്രവാചകനായിരുന്നു മുഹമ്മദുൻ സല്ലല്ലാഹു അലൈഹി വസല്ലം. അതുകൊണ്ട് ആ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലമ നമുക്ക് എത്തിച്ചു തന്ന അവിടുത്തെ സുന്നത്ത് അത് മുറുകെ പിടിക്കുക എന്നത് ഓരോ ആളുകളെ സംബന്ധിച്ചും നിർബന്ധമായ കാര്യമാണ്. നമ്മുടെ ദീൻ അത് നിലകൊള്ളുന്നത് രണ്ട് അടിസ്ഥാനത്തിന്മേലാണ്. ഒന്നാമത്തേത് അള്ളാഹുവിനെ ഇബാദത്ത് ചെയ്യുക, അള്ളാഹുവിനെ മാത്രം ഇബാദത്ത് ചെയ്യുക. രണ്ടാമത്തേത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ എങ്ങനെയാണോ ഇബാദത്ത് ചെയ്യണമെന്ന് പഠിപ്പിച്ചു നൽകിയത് അതേ രൂപത്തിൽ അള്ളാഹുവിനെ ഇബാദത്ത് ചെയ്യുക. ഈ രണ്ട് കാര്യങ്ങളാണ്
നമ്മുടെ ദീനിന്റെ അടിസ്ഥാനം എന്ന് പറയുന്നത്. അള്ളാഹുവിനെ ഇബാദത്ത് ചെയ്യുക, അതുപോലെ തന്നെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ പഠിപ്പിച്ച രൂപത്തിൽ അള്ളാഹുവിനെ ഇബാദത്ത് ചെയ്യുക. അതല്ലാതെ നമ്മുടെ ദേഹേച്ഛക്ക് അനുസരിച്ച്, അതല്ലെങ്കിൽ പിൽക്കാലത്ത് ദീനിലേക്ക് കടത്തിക്കൂട്ടിയ ബിദ്അത്തുകൾക്കനുസരിച്ച് നമ്മൾ ദീനിന്റെ കർമ്മങ്ങളിൽ, അതിന്റെ വിശ്വാസങ്ങളിൽ, അതിന്റെ ആചാരങ്ങളിൽ നമുക്ക് മാറ്റം വരുത്താൻ പറ്റില്ല. അത് ഖുർആനിനും സുന്നത്തിനും യോജിച്ചതായിരിക്കണം. വിശുദ്ധ ഖുർആനിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല ഈ ഒരു കാര്യം ധാരാളം സ്ഥലങ്ങളിൽ പറഞ്ഞിട്ടുണ്ട്. നിങ്ങൾ ഖുർആനിനെയും സുന്നത്തിനെയും അത് രണ്ടും മുറുകെ പിടിക്കണമെന്ന കൽപ്പന ധാരാളം സ്ഥലങ്ങളിൽ നമുക്ക് കാണാൻ കഴിയും. അല്ലാഹു പറയുന്നു, യാ അയ്യുഹല്ലദീന ആമനു, അല്ലയോ ഈമാനുള്ളവരെ, മുഅ്മിനീങ്ങളെ, അതീഉല്ലാഹ വ അതീഉർ റസൂൽ, നിങ്ങൾ അല്ലാഹുവിനെയും അവന്റെ റസൂലിനെയും നിങ്ങൾ അനുസരിക്കുക. മറ്റൊരായത്തിൽ അല്ലാഹു പറയുന്നു, യാ അയ്യുഹല്ലദീന ആമനു, മുഅ്മിനീങ്ങളെ വിളിച്ചുകൊണ്ട് അല്ലാഹു പറയുകയാണ്, ഇസ്തജീബു ലില്ലാഹി വലിർറസൂലി ഇദാ ദഅാകും ലിമാ യുഹ്യീകും. അവിടുന്ന് പറയുന്നു, നിങ്ങൾക്ക് ജീവൻ നൽകുന്ന കാര്യത്തിലേക്ക്, അഥവാ നിങ്ങളുടെ ഹൃദയത്തിന് ഈമാനികമായ ആത്മീയമായ പോഷണം നൽകുന്ന, ജീവൻ നൽകുന്ന കാര്യത്തിലേക്ക് അള്ളാഹുവും അവന്റെ റസൂലും നിങ്ങളെ ക്ഷണിച്ചാൽ നിങ്ങൾ അതിന് ഉത്തരം നൽകണം. അല്ലാഹു സുബ്ഹാനഹു വ തആല വിശുദ്ധ ഖുർആനിലൂടെ നമ്മോട് കൽപ്പിക്കുകയാണ്. മറ്റൊരായത്തിൽ അല്ലാഹു പറഞ്ഞു, ഖുൽ, നബിയെ പറയുക, അതീഉല്ലാഹ വർ-റസൂൽ, അല്ലാഹുവിനെയും റസൂലിനെയും നിങ്ങൾ അനുസരിക്കുക. ഫഇൻ തവല്ലൗ, ഇനി അവർ അനുസരിക്കാതെ, അള്ളാഹുവിനെയും അവന്റെ റസൂലിനെയും അനുസരിക്കാതെ പിന്തിരിഞ്ഞു കളയുകയാണെങ്കിൽ ഫഇന്നല്ലാഹ ലാ യുഹിബ്ബുൽ കാഫിരീൻ. അള്ളാഹു ആയത്ത് അവസാനിപ്പിക്കുന്നത് എങ്ങനെയാണ്? അള്ളാഹു കാഫിരീങ്ങളെ ഇഷ്ടപ്പെടുകയില്ല എന്നാണ് പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ അള്ളാഹുവിനെയും റസൂലിനെയും അനുസരിക്കാതെ പിന്തിരിഞ്ഞു കളയുക എന്നുള്ളത് അത് കുഫറാകുന്ന കാര്യമാണ് എന്നാണ് ഈ ആയത്തിന്റെ അടിസ്ഥാനത്തിൽ പണ്ഡിതന്മാർ രേഖപ്പെടുത്തിയിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ ഖുർആനും സുന്നത്തും അത് രണ്ടും ഒരുമിച്ചാണ് ഒരു മുസ്ലിമിനെ സംബന്ധിച്ച്, അത് രണ്ടും ഒരുമിച്ച് കൊണ്ടുപോകേണ്ടതുണ്ട്. ഖുർആൻ മാത്രം മതി എന്ന് പറയുന്ന ആളുകളുണ്ട്, വിഭാഗങ്ങളുണ്ട്. അൽ ഖുർആനിയൂൻ എന്നാണ് അവർ അറിയപ്പെടാറുള്ളത്. അവർ പറയുന്നത് ഖുർആനിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല ഹലാലാക്കി പറഞ്ഞ കാര്യങ്ങൾ ഖുർആനിൽ അല്ലാഹു എന്തൊക്കെ ഹറാമാക്കിയിട്ടുണ്ടോ അതൊക്കെ നമ്മൾ ഹറാമായി കാണും. അങ്ങനെ ഖുർആനിന്റെ ആളുകൾ എന്ന പേരിൽ അറിയപ്പെടുന്ന കുറെ ആളുകളുണ്ട്. യഥാർത്ഥത്തിൽ അവർ ഖുർആനിനെ പോലും നിഷേധിക്കുന്നവരാണ്. കാരണം ഖുർആനിൽ അല്ലാഹു പറഞ്ഞിരിക്കുന്ന കാര്യം എന്താണ്? നിങ്ങൾ അല്ലാഹുവിനെയും റസൂലിനെയും അനുസരിക്കണം എന്നതാണ്. അവർ പറയുന്നു റസൂലിന്റെ സുന്നത്തിനെ വേണ്ടതില്ല, ഖുർആൻ മാത്രം മതി, ഹദീസുകൾ ആവശ്യമില്ല എന്ന് പറയുന്ന ഖുർആനിന്റെ ആളുകളാണെന്ന് പറയുന്നവർ, അവർ യഥാർത്ഥത്തിൽ ഖുർആനിനെ പോലും തള്ളുന്ന ദുരവസ്ഥയിലേക്കാണ് അവർ എത്തിച്ചേർന്നിട്ടുള്ളത്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ അവിടുന്ന് പറഞ്ഞതായി കാണാം, അലാ ഇന്നി ഊതീതുൽ ഖുർആന വമിസ്ലഹു മഅഹ്, എനിക്ക് ഖുർആനും അതുപോലെയുള്ളതും എനിക്ക് നൽകപ്പെട്ടിട്ടുണ്ട്, ഖുർആനും അതുപോലെയുള്ളതും എനിക്ക് നൽകപ്പെട്ടിട്ടുണ്ട്. എന്താണ് അതിന്റെ ഉദ്ദേശം? ഇമാം ഇബ്നു ബാസ് റഹിമഹുല്ലാഹ് അദ്ദേഹം പറഞ്ഞു, അന്നല്ലാഹ അഅതാഹു വഹ്യൻ ആഖർ, അല്ലാഹു സുബ്ഹാനഹു വ തആല മുഹമ്മദ് നബിക്ക് മറ്റൊരു വഹ്യ് കൂടി നൽകിയിട്ടുണ്ട്. അതേതാണ്? വഹുവ സുന്നത്തുൽ ലതി തുഫസ്സിറുൽ ഖുർആന വതുബയ്യിനു മഅനാഹു, ഖുർആനിനെ വിശദീകരിക്കുന്ന, ഖുർആനിന്റെ അർത്ഥങ്ങളെ അതിന് നമുക്ക് വ്യക്തമാക്കി നൽകുന്ന റസൂലിന്റെ സുന്നത്താകുന്നു അത്. അപ്പോൾ ഖുർആനിനോടൊപ്പം അള്ളാഹു റസൂലിന് സുന്നത്തും വഹിയായി നൽകിയിട്ടുണ്ട് എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തന്നെ അവിടുന്ന് പഠിപ്പിക്കുകയാണ്. അള്ളാഹു പറഞ്ഞില്ലേ, വമാ യൻതിഖു അനിൽ ഹവാ ഇൻ ഹുവ ഇല്ലാ വഹ്യുൻ യൂഹ, ദീനിന്റെ വിഷയത്തിൽ റസൂലുള്ള ഒന്നും സ്വയ അഭിപ്രായങ്ങൾ അവിടുന്ന് പറയുന്നില്ല, മറിച്ച് അള്ളാഹുവിൽ നിന്ന് വഹി ലഭിക്കുന്ന കാര്യം മാത്രമാണ് ദീനിന്റെ വിഷയത്തിൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ അവിടുന്ന് പറഞ്ഞു നൽകുന്നത്. അവിടുന്ന് മറ്റൊരിക്കൽ പറഞ്ഞതായി കാണാം, ഇദാ ഹദ്ദസ്തുകും അനില്ലാഹി ശൈഅൻ ഫഖുദൂ ബിഹി, അള്ളാഹുവിൽ നിന്ന് ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു നൽകുന്ന കാര്യം, അള്ളാഹു എനിക്ക് അറിയിച്ചു തന്ന വഹി, അത് ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തരുമ്പോൾ ഫഖുദൂ ബിഹി, നിങ്ങൾ അത് മുറുകെ പിടിച്ചുകൊള്ളുക, എന്നിൽ നിന്നത് സ്വീകരിച്ചു കൊള്ളുക. ഫഇന്നീ ലൻ അക്ദിബ അലല്ലാഹി അസ്സ വജൽ, ഞാൻ ഒരിക്കലും അള്ളാഹുവിന്റെ പേരിൽ കളവ് പറയുകയില്ല, കളവ് കെട്ടിച്ചമക്കുകയില്ല എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ അവിടുന്ന് പറഞ്ഞതായി കാണാം. അതുകൊണ്ട് തന്നെ ഖുർആനും സുന്നത്തും ഇത് രണ്ടും തെളിവ് പിടിക്കുന്ന വിഷയത്തിൽ അത് രണ്ടും ഒരേ സ്ഥാനമാണ്. ഹലാലും ഹറാമും തീരുമാനിക്കുന്ന വിഷയത്തിൽ ഖുർആനിനും സുന്നത്തിനും ഒരേ സ്ഥാനമാണ്. ഖുർആനിൽ ഒരു കാര്യം ഹലാലായി വന്നു, ഹദീസിൽ ഒരു കാര്യം ഹലാലായി വന്നു, അത് രണ്ടും ഒരേപോലെയാണ്. ഖുർആനിൽ അള്ളാഹു ഒരു കാര്യം വിലക്കി, ഹദീസിൽ അള്ളാഹു ഒരു കാര്യം വിലക്കി, അത് രണ്ടും ഒരേ ഗൗരവമുള്ളതാണ്. ഹദീസിൽ വന്നതല്ലേ, അതത്ര ഗൗനിക്കേണ്ടതില്ല എന്ന വാദം, അതല്ലെങ്കിൽ അത്തരത്തിൽ അതിനെ തള്ളുന്നത് അതൊരിക്കലും ശരിയല്ല എന്ന് പണ്ഡിതന്മാർ രേഖപ്പെടുത്തിയതായി കാണാം. അതുകൊണ്ട് ഹജ്ജിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാനുള്ള പ്രധാനപ്പെട്ട പാഠമാണ് ഖുർആനും സുന്നത്തും അത് രണ്ടും മുറുകെ പിടിക്കുക എന്നുള്ളത്. ഹജ്ജിന്റെ ഓരോ കർമ്മങ്ങളും അങ്ങനെയാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ എവിടെയാണോ കൈ ഉയർത്തിയത് അവിടെ കൈ ഉയർത്തുക, നബി എവിടെയാണോ ചുംബിച്ചത് അവിടെ ചുംബിക്കുക, നബി എവിടെയാണോ ധൃതിയിൽ നടന്നുപോയത് അവിടെ ധൃതിയിൽ നടന്നു പോവുക,
നബി എവിടെയാണോ രാത്രി ഉറങ്ങിയത് അവിടെ രാത്രി ഉറങ്ങുക. നബി എവിടെയാണോ കല്ലെറിഞ്ഞത് അവിടെ കല്ലെറിയുക. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഓരോ പ്രവർത്തനങ്ങളും അത് ഹജ്ജിൽ ഹാജിമാർ അത് അനുധാവനം ചെയ്യുകയാണ്. ഓരോ സുന്നത്തുകളും അവർ പിൻപറ്റുകയാണ്. അതുകൊണ്ട് പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഹജ്ജിൽ മാത്രമല്ല നമ്മുടെ ജീവിതത്തിന്റെ എല്ലാ ഘട്ടങ്ങളിലും ഈ ഒരു കാര്യം നമ്മൾ മുറുകെ പിടിക്കേണ്ടതുണ്ട്. നമ്മുടെ മുൻപിലേക്ക് കടന്നു വരുന്ന ഏത് പ്രശ്നമാകട്ടെ, നമ്മൾ അതിനെ തൂക്കേണ്ടത്, അതിനെ അളക്കേണ്ടത് റസൂലിന്റെ സുന്നത്തുമായി കൊണ്ടാണ്. റസൂലിന്റെ സുന്നത്തിനോട് യോജിക്കുന്നുവെങ്കിൽ നമുക്കത് സ്വീകരിക്കാം. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സുന്നത്തിനോട് എതിരാകുന്നുവെങ്കിൽ അത് തള്ളിക്കളയുവാൻ നമുക്ക് യാതൊരു വൈമനസ്യവും ഉണ്ടാകാൻ പാടില്ല എന്ന് പ്രത്യേകം നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യമാണ്. ഹജ്ജിൽ നിന്നും ഉൾക്കൊള്ളേണ്ട മൂന്നാമത്തെ പാഠമാണ് അത്തഹ്ദീറു മിനൽ ബിദ്അ. ബിദ്അത്തിൽ നിന്നുള്ള ശക്തമായ താക്കീതാണ് ഹജ്ജ് എന്ന് പറയുന്നത്. കാരണം അറഫ ദിവസം ദുൽഹിജ്ജ 9 അന്നാണ് വിശുദ്ധ ഖുർആനിലെ ആയത്തിറങ്ങുന്നത്. അൽ യൗമ അക്മൽതു ലക്കും ദീനക്കും വഅത്മംതു അലൈക്കും നിഅമതി വറദീതു ലക്കുമുൽ ഇസ്ലാമ ദീന. ഇന്ന് നിങ്ങൾക്ക് നിങ്ങളുടെ ദീൻ അത് പൂർത്തിയാക്കി തന്നിരിക്കുന്നു, എന്റെ അനുഗ്രഹം അത് ഞാൻ നിങ്ങളുടെ മേൽ നിറവേറ്റി തന്നിരിക്കുന്നു. അതുപോലെ തന്നെ വറദീതു ലക്കുമുൽ ഇസ്ലാമ ദീന, ദീനായി ഇസ്ലാമിനെ ഞാൻ നിങ്ങൾക്ക് തൃപ്തിപ്പെട്ടു തന്നിരിക്കുന്നു. അല്ലാഹു സുബ്ഹാനഹു വ തആല തൃപ്തിപ്പെട്ട ദീൻ അത് ഇസ്ലാം മാത്രമാണ്. ഇന്ന ദീന ഇൻദല്ലാഹിൽ ഇസ്ലാം. അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ പക്കൽ ദീൻ എന്ന് പറയുന്നത് ഇസ്ലാം മാത്രമാണ്. എല്ലാ ദീനും ശരിയാണ്, അതെല്ലാം നന്മയിലേക്കാണ് നയിക്കുന്നത് എന്ന പാഠമല്ല ഇസ്ലാം നമ്മെ പഠിപ്പിക്കുന്നത്. എല്ലാ നദികളും എല്ലാ തോടുകളും അതെല്ലാം അവസാനം ചെന്നെത്തുന്നത് ഒരു സമുദ്രത്തിലേക്കാണെന്നതുപോലെ എല്ലാ നദികളും എല്ലാ മതങ്ങളും എല്ലാ ദീനും അത് നമ്മെ സ്വർഗത്തിലേക്ക് കൊണ്ടെത്തിക്കും എന്ന് പറയുന്ന സർവമത സത്യവാദത്തിന്റെ ആളുകളുണ്ട്. അതൊരിക്കലും ശരിയല്ല. അള്ളാഹു തൃപ്തിപ്പെട്ട ദീൻ അത് ഇസ്ലാം ദീൻ മാത്രമാണ്. അത് മാത്രമാണ് ശരി എന്ന് വിശ്വസിക്കുന്നവരാണ് മുസ്ലിമീങ്ങളായ മുഅ്മിനീങ്ങളായ ആളുകൾ. അപ്പോൾ അള്ളാഹു സുബ്ഹാനഹു വ തആല അറഫ ദിനത്തിന്റെ അന്ന് ദീൻ പൂർത്തീകരിച്ചിരിക്കുന്നു എന്ന് പറയുമ്പോൾ പിന്നീട് ദീനിൽ ബിദ്അത്തുകൾക്ക് സ്ഥാനമില്ല. പിൽക്കാലത്ത് ഉണ്ടാക്കപ്പെടുന്ന ബിദ്അത്തുകൾ, പുത്തനാചാരങ്ങൾ, അത് വിശ്വാസപരമായി കൊള്ളട്ടെ കർമ്മപരമായി കൊള്ളട്ടെ, അതെല്ലാം തള്ളപ്പെടുന്നതാണ് എന്ന് നമ്മൾ പ്രത്യേകം അറിഞ്ഞിരിക്കേണ്ടതുണ്ട്. എന്താണ് ബിദ്അത്ത് എന്ന് പറഞ്ഞാൽ? ഭാഷാപരമായി ബിദ്അത്ത് എന്ന് പറഞ്ഞാൽ ഒരു മുൻ മാതൃകയില്ലാത്ത ഒരു പുതിയൊരു കാര്യം, അതിനാണ് ബിദ്അത്ത് എന്ന് പറയുക. അപ്പോൾ മുൻപ് ഇല്ലാത്ത പല കാര്യങ്ങളും ഇന്നുണ്ട്, അതിനെ നമുക്ക് എന്ത് പറയാം? ഭാഷാപരമായി ബിദ്അത്ത് എന്ന് പറയാം. ഉദാഹരണമായി ഈ കാണുന്ന ഈ സംസാരിക്കുന്ന മൈക്കും അതുപോലെ ഈ ലൈറ്റുകളൊന്നും മുൻപ് കാലങ്ങളിൽ ഉണ്ടായിരുന്നില്ല, അതൊക്കെ പിൽക്കാലത്ത് ഉണ്ടായതാണ്. അതിന് ബിദ്അത്ത് എന്ന് പറയും ഭാഷാപരമായി, അറബി ഭാഷയിൽ അതിന് ബിദ്അത്ത് എന്ന് പറയും. എന്നാൽ നമ്മൾ സംസാരിക്കുന്നത് ഏത് ബിദ്അത്തിനെ കുറിച്ചാണ്? ഇത്തരത്തിലുണ്ടായ പുത്തൻ കാര്യങ്ങളെ കുറിച്ചല്ല, ഭൗതികമായ കാര്യങ്ങളെ കുറിച്ചല്ല, മറിച്ച് ദീനിൽ പുതുതായി ഉണ്ടാക്കപ്പെട്ട കാര്യങ്ങൾ. അതാണ് മാ ഉഹ്ദിസ ഫിദ്ദീനി മിമ്മാ ലൈസ ലഹു അസ്ലുൻ ഫീ കിതാബില്ലാഹി ഔ സുന്നത്തി റസൂലിഹി സല്ലല്ലാഹു അലൈഹി വസല്ലം. റസൂലിന്റെ സുന്നത്തിലോ അള്ളാഹുവിന്റെ കിതാബിലോ യാതൊരു അടിസ്ഥാനവുമില്ലാത്ത പിൽക്കാലത്ത് ദീനിലേക്ക് ഉണ്ടാക്കപ്പെട്ട കാര്യങ്ങൾ, അതിനാണ് ബിദ്അത്ത് എന്ന് പറയുക. ആ ബിദ്അത്തിനെ അതിനെ പൂർണ്ണമായും ഒഴിവാക്കണം, അതിനെ പൂർണ്ണമായും അതിൽ നിന്ന് അകന്നു നിൽക്കണം എന്ന പാഠം ഹജ്ജിന്റെ പാഠങ്ങൾ, ഹജ്ജിന്റെ അധ്യാപനങ്ങൾ നമ്മെ പഠിപ്പിക്കുന്നതാണ്. മഹാനായ അബ്ദുല്ലാഹി ഇബ്നു മസ്ഊദ് റളിയല്ലാഹു അൻഹു അദ്ദേഹം നൽകിയ ഉപദേശം കാണാം. ഇത്തബിഉ, നിങ്ങൾ റസൂലിന്റെ സുന്നത്തിനെ മുറുകെ പിടിക്കുക, ആ റസൂലിന്റെ ചര്യയെ നിങ്ങൾ പിന്തുടരുക. വലാ തബ്തദിഉ, നിങ്ങൾ ദീനിലേക്ക് പുതുതായി ഒന്നും കടത്തിക്കൂട്ടാൻ പാടില്ല. ബിദ്അത്തുകൾ, പുത്തനാചാരങ്ങൾ, പുത്തൻ വിശ്വാസങ്ങൾ ഒന്നും തന്നെ നിങ്ങൾ കടത്തിക്കൂട്ടാൻ പാടില്ല. ഫഖദ് കുഫീതും, റസൂലിന്റെ സുന്നത്ത് തന്നെ നിങ്ങൾക്ക് മതിയായതാണ്. റസൂലിന്റെ ആ സുന്നത്ത് തന്നെ അത് തന്നെ ധാരാളമുണ്ട് നിങ്ങൾക്ക് അനുഷ്ഠിക്കാനും നിങ്ങൾക്ക് പിൻപറ്റുവാനും എന്ന് മഹാനായ അബ്ദുല്ലാഹി ഇബ്നു മസ്ഊദ് റളിയല്ലാഹു അൻഹു അദ്ദേഹം പറഞ്ഞതായി കാണാം. കാരണം ബിദ്അത്തിന്റെ അപകടം അത് അങ്ങേയറ്റം ഗൗരവമുള്ളതാണ്. ബിദ്അത്തുകൾ അത് മുഴുവനായും അത് നമ്മെ വലാലത്തിലേക്കാണ് കൊണ്ടെത്തിക്കുക, വഴികേടിലേക്കാണ്. ബിദ്അത്തുകളിൽ ചെന്ന് പതിച്ചവൻ അവൻ സിറാത്തുൽ മുസ്തഖീമിൽ നിന്ന് തെറ്റി പിന്നീട് അവൻ ദീനിന്റെ ശരിയായ മാർഗത്തിൽ നിന്ന് തന്നെ കുഫ്റിലേക്ക് വരെ എത്തിപ്പെടാനുള്ള സാധ്യതകളുണ്ട് എന്ന് പണ്ഡിതന്മാർ രേഖപ്പെടുത്തിയതായി കാണാം. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ അവിടുത്തെ ഖുതുബകളിൽ, പ്രഭാഷണങ്ങളിൽ തുടക്കത്തിൽ പറയാറുണ്ട്, വശർറൽ ഉമൂരി മുഹ്ദസാതുഹാ, കാര്യങ്ങളിൽ വെച്ച് ഏറ്റവും ശർറായത്, ഏറ്റവും അപകടം നിറഞ്ഞത് അത് ദീനിലേക്ക് കടത്തിക്കൂട്ടിയ ബിദ്അത്തുകളാണ്, പുത്തനാചാരങ്ങളാണ്. വകുല്ല മുഹ്ദസത്തിൻ ബിദ്അ, അപ്രകാരം ദീനിലേക്ക് കടത്തിക്കൂട്ടിയ എല്ലാ ബിദ്അത്തുകളും, എല്ലാ പുത്തനാചാരങ്ങളും അത് ബിദ്അത്താകുന്നു. വകുല്ല ബിദ്അത്തിൻ ളലാല, ആ ബിദ്അത്തുകൾ അതെല്ലാം വഴികേടാണ്. വകുല്ല ളലാലത്തിൻ ഫിന്നാർ, എല്ലാ വഴികേടും അത് അവസാനം കൊണ്ടെത്തിക്കുന്നത് നരകത്തിലാകുന്നു എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അവിടുന്ന് പറഞ്ഞതായി കാണാം. അപ്പോൾ ഓരോ ആളുകൾ അവർക്ക് അവരുടെ ഇച്ഛക്കനുസരിച്ച് ഓരോ പുതിയ പുതിയ കാര്യങ്ങൾ ചെയ്യുകയാണ്. അപ്പോൾ വ്യക്തികളുടെ താല്പര്യങ്ങൾ, അവരുടെ ഉദ്ദേശങ്ങൾ അതൊന്നുമല്ല മാനദണ്ഡം, മറിച്ച്
തെളിവുകൾ, അതിനാണ് നമ്മൾ മുൻഗണന കൊടുക്കേണ്ടത്. മഹാനായ താബിഈ സഈദ് ബിൻ മുസയ്യിബ് റഹിമഹുല്ലാ, അദ്ദേഹം ഒരിക്കൽ സുബഹിന് പള്ളിയിലേക്ക് കടന്നു വന്നപ്പോൾ ഒരു വ്യക്തി സുബഹിന് മുൻപ് ധാരാളമായി ഇങ്ങനെ നമസ്കരിച്ചുകൊണ്ടിരിക്കുകയാണ്. 2 റക്അത്തുകൾ ഇങ്ങനെ നമസ്കരിക്കുകയാണ്, ദീർഘമായ സുജൂദുകളും റുകൂഉകളും ഒക്കെ ആയിട്ട്. ആ സന്ദർഭത്തിൽ സഈദ് ബിൻ മുസയ്യിബ് റഹിമഹുല്ലാ അദ്ദേഹം ആ നമസ്കാരത്തിൽ നിന്ന് അദ്ദേഹത്തെ വിലക്കുകയുണ്ടായി. ആ സമയത്ത് അദ്ദേഹം ചോദിക്കുകയാണ്, യാ അബാ മുഹമ്മദ് യുഅദ്ദിബുനി അല്ലാഹു അലാ സ്വലാ, നമസ്കരിച്ചതിന്റെ പേരിൽ അള്ളാഹു എന്നെ ശിക്ഷിക്കുമെന്നാണോ താങ്കൾ പറയുന്നത്? ബിദ്അത്തുകൾ ചെയ്യുന്ന ആളുകൾ അവർ അങ്ങനെയാണ് നമ്മോട് ചോദിക്കാറുള്ളത്. നിസ്കരിച്ചതിന്റെ പേരിൽ, നോമനുഷ്ഠിച്ചതിന്റെ പേരിൽ, ദിക്ർ ചൊല്ലിയതിന്റെ പേരിൽ, സ്വലാത്തിന്റെ പേരിൽ അള്ളാഹു ഞങ്ങളെ ശിക്ഷിക്കുമെന്നാണോ നിങ്ങൾ പറയുന്നത്? അദ്ദേഹം പറയുന്നു, ലാ വലാകിൻ യുഅദ്ദിബുക അലാ ഖിലാഫി സുന്ന, റസൂലിന്റെ സുന്നത്തിനോട് താങ്കൾ എതിരായി എന്നതിന്റെ പേരിൽ അള്ളാഹു സുബ്ഹാനഹു വ തആല താങ്കളെ ശിക്ഷിക്കുക തന്നെ ചെയ്യും. അതുകൊണ്ട് സുന്നത്തിനോട് എതിരാകുന്ന ആളുകൾ അവരുടെ നല്ല ഉദ്ദേശങ്ങൾ അതിനല്ല പ്രാധാന്യം കൊടുക്കുന്നത്, മറിച്ച് റസൂലിന്റെ സുന്നത്തിലുണ്ടോ ഇല്ലയോ എന്നതാണ് നമ്മൾ മാനദണ്ഡമായി തെളിവായി നോക്കുന്നത്. മഹാനായ മാലിക് ബിൻ അനസ് റഹിമഹുല്ലാ, അദ്ദേഹം മദീനയിലെ മസ്ജിദുൻ നബവിയിൽ ദർസ് എടുത്തിരുന്ന വലിയ പണ്ഡിതനാണ്. അദ്ദേഹത്തിന്റെ സദസ്സിലേക്ക് ഒരു വ്യക്തി കടന്നു വന്നു. എന്നിട്ട് അദ്ദേഹത്തോട് ചോദിക്കുകയാണ്, മിൻ ഐന ഉഹ്രിം, ഞാൻ ഇഹ്റാമിലേക്ക് പ്രവേശിക്കേണ്ടത് എവിടെ വെച്ചാണ്? ഹജ്ജിനോ അല്ലെങ്കിൽ ഉംറയ്ക്ക് വേണ്ടിയോ ഇഹ്റാമിൽ പ്രവേശിക്കേണ്ടത് എവിടെ വെച്ചാണ്? മഹാനായ ഇമാം മാലിക് റഹിമഹുല്ലാ അദ്ദേഹം പറഞ്ഞു, മിൻ ദിൽ ഹുലൈഫ, മദീനക്കാരുടെ മീഖാത്ത് ദുൽ ഹുലൈഫയാണ്, അവിടെ വെച്ച് താങ്കൾ ഇഹ്റാമിലേക്ക് പ്രവേശിച്ചു കൊള്ളുക. കാരണം അവിടെ നിന്നാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ ഇഹ്റാമിൽ പ്രവേശിച്ചിട്ടുള്ളത്. ആ സന്ദർഭത്തിൽ ആ വന്ന വ്യക്തി അദ്ദേഹം പറയുകയാണ്, ഞാൻ റസൂലിന്റെ മസ്ജിദിൽ വെച്ച്, മസ്ജിദുൻ നബവിയിൽ വെച്ച് തന്നെ ഇഹ്റാമിൽ പ്രവേശിക്കാൻ ഞാൻ ഉദ്ദേശിക്കുന്നു, ആഗ്രഹിക്കുന്നു. കാരണം എന്താണ്? ദുൽ ഹുലൈഫയെക്കാളും എന്തുകൊണ്ടും ശ്രേഷ്ഠമായത് മസ്ജിദുൻ നബവി തന്നെയാണ്. അദ്ദേഹം ആ നല്ല ഉദ്ദേശത്തിൽ അദ്ദേഹം അപ്രകാരം ചെയ്യുകയാണ്. ഇമാം അവർകൾ അദ്ദേഹത്തോട് പറഞ്ഞു, ലാ തഫ്അൽ, നീ അപ്രകാരം ചെയ്യാൻ പാടില്ല. ഫഇന്നി അഖ്ശാ അലൈക്കൽ ഫിത്ന, ഞാൻ നിന്റെ മേൽ ഫിത്ന ഭയപ്പെടുന്നു. അപ്പോൾ അദ്ദേഹം ചോദിക്കുകയാണ്, വഅയ്യു ഫിത്നത്തിൻ ഫീ ഹാദിഹി, എന്ത് ഫിത്നയാണ് ഇതിലുള്ളത്? ഞാൻ കുറച്ച് കിലോമീറ്ററുകൾ മുമ്പ് ദുൽഹുലൈഫയിലേക്ക് എത്തുന്നതിന്റെ കുറച്ച് കിലോമീറ്ററുകൾ ഇപ്പുറം അവിടെ വെച്ച് ഇഹ്റാമിൽ പ്രവേശിക്കുക എന്നുള്ളതിൽ എന്ത് ഫിത്നയാണുള്ളത് എന്ന് അദ്ദേഹം ചോദിക്കുകയുണ്ടായി. ആ സന്ദർഭത്തിൽ ഇമാം അവർകൾ പറഞ്ഞു, അള്ളാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ ചെയ്യാത്ത ഒരു പുണ്യകർമ്മം അത് ഞാൻ ചെയ്തു, അത് ഞാനാണ് റസൂലിനേക്കാൾ അതിലേക്ക് മുന്നിട്ടത് എന്ന് നീ കരുതുന്നതിനേക്കാൾ അതിനേക്കാൾ വലിയ ഫിത്ന എന്താണുള്ളത്? കാരണം റസൂൽ ഇഹ്റാം കെട്ടിയത് ദുൽഹുലൈഫയിൽ വെച്ചാണ്, എന്നിട്ട് നീ കെട്ടുന്നതോ മസ്ജിദുൻ നബവിയിൽ വെച്ചാണ്. അപ്പോൾ റസൂലിന് ആ നന്മ അറിയില്ലായിരുന്നു, റസൂലിനേക്കാൾ ആ നന്മയിലേക്ക് മുന്നിട്ടവൻ ഞാനാണ് എന്ന് നീ കരുതുന്നതിനേക്കാൾ അതിനേക്കാൾ വലിയ ഫിത്ന എന്താണുള്ളത് എന്ന് ഇമാം അവർകൾ അദ്ദേഹത്തോട് ചോദിച്ചതായി കാണാം. അതുകൊണ്ട് ബിദ്അത്തുകൾ അതെല്ലാം വഴികേടാണ്. അത് വ്യക്തികളുടെ ഉദ്ദേശമോ അവരുടെ നല്ല വിചാരമോ ഒന്നും അതിനെ സുന്നത്തായി അതിനെ സാധൂകരിക്കുകയില്ല എന്ന് നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട്. ബിദ്അത്തിന്റെ മറ്റൊരു പ്രധാനപ്പെട്ട അപകടമാണ്, ബിദ്അത്ത് ചെയ്യുന്നവൻ അവൻ വാദിക്കുന്നത് എന്താണ്? ഈ ദീൻ പൂർണ്ണമല്ല എന്നാണ് അവൻ വാദിക്കുന്നത്. അതവൻ നാവ് കൊണ്ട് പറയുന്നില്ലെങ്കിലും അവന്റെ പ്രവർത്തനങ്ങൾ കൊണ്ട് അവൻ ധ്വനിപ്പിക്കുന്നതും അവൻ ആളുകളോട് പറയാതെ പറഞ്ഞുകൊണ്ടിരിക്കുന്നതും എന്താണ്? ഈ ദീനിൽ എന്തൊക്കെയോ കാര്യങ്ങൾ വിട്ടുപോയിട്ടുണ്ട്, ഈ ദീൻ പരിപൂർണമല്ല എന്നാണ് അത്തരത്തിലുള്ള ബിദ്അത്തുകളായ കാര്യങ്ങൾ ചെയ്യുന്നവർ അവർ പറയാതെ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. അതുപോലെ തന്നെ ബിദ്അത്തിന്റെ മറ്റൊരു അപകടമാണ്, ബിദ്അത്തുകൾ ചെയ്യുന്നവർ അവർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ അവിടുത്തെ പ്രബോധനത്തിൽ നമുക്ക് ദീൻ എത്തിച്ചു തന്നതിൽ ആ കാര്യത്തിൽ റസൂലുള്ള വഞ്ചന കാണിച്ചിട്ടുണ്ട് എന്ന് വാദിക്കുന്നവരാണ് ആര്? ബിദ്അത്തുകാർ. കാരണം നമ്മൾ ബിദ്അത്തിന് ഒരു ഉദാഹരണം എടുക്കുക. നബിദിനാഘോഷം എന്ന് പറയുന്ന ബിദ്അത്ത്, മൗലിദാഘോഷം എന്ന് പറയുന്ന ബിദ്അത്ത്, അത് റസൂലിനോ സഹാബത്തിനോ അതുപോലെ തന്നെ ആദ്യത്തെ 3 തലമുറകൾക്കോ അത് പരിചയമില്ല. അത് മൗലിദാഘോഷിക്കുന്ന ആളുകൾ തന്നെ സമ്മതിച്ച കാര്യമാണ്. ആ മൗലിദാഘോഷിക്കുന്ന ആളുകൾ അവർ വാദിക്കുന്നത് എന്താണ്? ഈ മൗലിദാഘോഷം എന്നത് അത് നബിക്ക് അറിയാമായിരുന്നു, പക്ഷേ നബി നമുക്ക് അറിയിച്ചു നൽകിയില്ല, നബി അത് ആ നന്മ അവിടുന്ന് മറച്ചു വെക്കുകയായിരുന്നു എന്നാണ് അവർ വാദിക്കുന്നത്. അവർ വാദിക്കുന്നത് എന്ന് പറഞ്ഞാൽ അവർ നാവ് കൊണ്ട് പറയുന്നില്ലെങ്കിലും അവരുടെ പ്രവർത്തനം അതാണ് അറിയിക്കുന്നത്. അപ്പോൾ നബിയുടെ മേൽ വഞ്ചന ആരോപിച്ചവരാണ് ആരും? ബിദ്അത്തുകാർ. അതല്ലെങ്കിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് ഈ നന്മയെ കുറിച്ച് അറിയില്ലായിരുന്നു, നബിക്ക് ദീനിനെ കുറിച്ച് അറിവില്ല, നബിയുടെ മേൽ ജഹ്ല് ആരോപിക്കുന്നവരാണ് ആര്? ബിദ്അത്തിന്റെ ആളുകൾ. അപ്പോൾ ബിദ്അത്ത് എന്ന് പറയുന്നത് അങ്ങേയറ്റം അപകടം നിറഞ്ഞ കാര്യമാണ് എന്ന് നമ്മൾ പ്രത്യേകം മനസ്സിലാക്കേണ്ടതുണ്ട്. ഇമാം മാലിക് റഹിമഹുല്ലാ പറഞ്ഞതായി കാണാം, മൻ ഇബ്തദഅ ഫിൽ ഇസ്ലാമി ബിദ്അതൻ, ആരെങ്കിലും ഇസ്ലാമിലേക്ക് പുതുതായി ഒരു ബിദ്അത്ത് ഉണ്ടാക്കുകയും യറാഹാ ഹസനതൻ, നല്ലതല്ലേ എന്ന ധാരണയിൽ, നല്ലതാണ് എന്ന നിലയിൽ ആ ധാരണയിലാണ് അവൻ ബിദ്അത്തുകൾ ഉണ്ടാക്കുന്നത്, അങ്ങനെയാണെങ്കിൽ ഫഖദ് സഅമ അന്ന മുഹമ്മദൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ ഖാന റിസാല, മുഹമ്മദ് നബി തന്റെ റിസാലത്തിൽ തന്റെ പ്രബോധനത്തിൽ വഞ്ചന കാണിച്ചിരിക്കുന്നു എന്നാണ് ആ ബിദ്അത്തുകാരൻ വാദിക്കുന്നത്. കാരണം
അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞത് എന്താണ്? അൽ യൗമ അക്മൽതു ലക്കും ദീനക്കും. അറഫാ ദിനത്തിൽ ഇറങ്ങിയ ആയത്താണ്. ഇന്നേ ദിവസം നിങ്ങളുടെ ദീൻ നിങ്ങൾക്ക് ഞാൻ പൂർത്തീകരിച്ചു തന്നിരിക്കുന്നു എന്നാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞിരിക്കുന്നത്. എന്നിട്ട് അദ്ദേഹം പറഞ്ഞു ഫമാ ലം യകുൻ യൗമ ഇദിൻ ദീനൻ ലാ യകൂനു അൽ യൗമ ദീന. ഒരു അടിസ്ഥാന തത്വമായി നമ്മൾ പഠിച്ചിരിക്കേണ്ട കാര്യമാണ്. അന്ന് ദീനല്ലാത്തത് ഇന്നും ദീനാവുകയില്ല. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ അവിടുന്ന് മരണപ്പെടുന്ന അന്ന് ദീനല്ലാത്ത കാര്യങ്ങൾ അതിന്നും ദീനല്ല. ഈ ദീൻ പൂർത്തീകരിക്കപ്പെട്ട അന്ന് ദീനായി എന്തൊക്കെയുണ്ടോ അത് തന്നെയാണ് ഇന്നും ദീനായി ഉള്ളത്. അന്ന് ദീനല്ലാത്തതൊന്നും ഇന്ന് ദീനാവുകയില്ല എന്ന് ഇമാം മാലിക് ബിൻ അനസ് റഹിമഹുല്ലാ അദ്ദേഹം അവിടുന്ന് പറഞ്ഞതായി കാണാം. ഹജ്ജിൽ നിന്നും ഉൾക്കൊള്ളേണ്ട നാലാമത്തെ പാഠമാണ് അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ വിശാലമായ മഗ്ഫിറത്ത്. അല്ലാഹുവിന്റെ അങ്ങേയറ്റത്തെ മഗ്ഫിറത്തിനെ കുറിച്ച്, അല്ലാഹുവിന്റെ റഹ്മത്തിനെ കുറിച്ച് നമുക്ക് പ്രതീക്ഷയുണ്ടാകണം. എത്ര തന്നെ പാപങ്ങൾ ചെയ്തു പോയാലും, എത്ര തന്നെ തെറ്റുകളിൽ അകപ്പെട്ടു പോയാലും അല്ലാഹു സുബ്ഹാനഹു വ തആല ആ തെറ്റുകളെല്ലാം മാപ്പാക്കുന്നവനാണ്. അല്ലാഹുവിന്റെ റഹ്മത്തിൽ അങ്ങേയറ്റം പ്രതീക്ഷയുണ്ടാകണം. അല്ലാഹുവെ കുറിച്ച് നല്ല വിചാരം, സദ്വിചാരം നമ്മുടെ മനസ്സിൽ ഉണ്ടായിരിക്കേണ്ടതുണ്ട്. നമ്മൾ തൊട്ടു മുൻപ് പറഞ്ഞ ഹദീസ്, അറഫാ ദിനത്തിന്റെ വൈകുന്നേര സമയങ്ങളിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല ഭൂമിയോടടുത്ത ആകാശത്തേക്ക് ഇറങ്ങി വന്നുകൊണ്ട് മലക്കുകളോട് അല്ലാഹു പറയും, അല്ലാഹു അഭിമാനത്തോടു കൂടി പറയുകയാണ്, ഇബാദി ജാഊനി ശുഅഫൻ മിൻ കുല്ലി ഫജ്ജിൻ അമീഖ. എന്റെ അടിമകൾ അവർ വിദൂര ദുഃഖങ്ങളിൽ നിന്നും വിദൂര നാടുകളിൽ നിന്നും എന്റെ അടുക്കലേക്ക് അവർ വന്നിരിക്കുകയാണ്. മുടികളൊക്കെ ജടകുത്തി അങ്ങേയറ്റം ക്ഷീണിച്ച് അവശരായ നിലയിലാണ് അവർ വന്നിരിക്കുന്നത്. യർജൂന ജന്നതി, അവർ ആഗ്രഹിക്കുന്നത് എന്റെ സ്വർഗമാണ്. സ്വർഗം ആഗ്രഹിച്ചുകൊണ്ടാണ് അവർ ആ അറഫ മൈതാനത്ത് അവർ വന്നിട്ടുള്ളത്. എന്നിട്ട് അല്ലാഹു പറയുന്നു, ഫലൗ കാനത് ദുനൂബുകും കഅദദിർ റംലി, നിങ്ങളുടെ തിന്മകൾ അത് കഅദദിർ റംലി, മണൽത്തരികളോളം ഉണ്ടെങ്കിലും, അതല്ലെങ്കിൽ ഔ കഖത്രിൽ മതരി, മഴത്തുള്ളികളോളം നിങ്ങളുടെ തെറ്റുകൾ ഉണ്ടെങ്കിലും, ഔ കസബദിൽ ബഹരി, സമുദ്രത്തിലെ നുരയോളം നിങ്ങളുടെ തെറ്റുകളൊക്കെ ഉണ്ടെങ്കിലും, ലഗഫർതുഹ, ഞാൻ നിങ്ങൾക്കത് പുറത്തു തരുമെന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുകയാണ്. അതുകൊണ്ട് തെറ്റുകളിൽ ധാരാളം തെറ്റുകൾ ചെയ്തു പോയിട്ടുണ്ട്, അതുകൊണ്ട് എനിക്കിനി അല്ലാഹു പുറത്തു നൽകുകയില്ല എന്ന നിരാശ ഒരിക്കലും നമ്മിൽ കടന്നു വരാൻ പാടില്ല. എത്ര തന്നെ തെറ്റുകൾ സംഭവിച്ചു പോയാലും നമ്മൾ സത്യസന്ധമായി അല്ലാഹുവിലേക്ക് ഖേദിച്ചു മടങ്ങിയാൽ അല്ലാഹു സുബ്ഹാനഹു വ തആല എല്ലാ തെറ്റും നമുക്ക് മാപ്പാക്കി നൽകുന്നതാണ്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞില്ലേ, മാ മിൻ യൗമിൻ അക്സറ അൻ യഅതിഖ അല്ലാഹു ഫീഹി അബീദൻ മിനൻ നാരി മിൻ യൗമി അറഫ. അല്ലാഹു സുബ്ഹാനഹു വ തആല അറഫാ ദിനത്തെക്കാൾ നരകത്തിൽ നിന്ന് അവന്റെ അടിമകളെ മോചിപ്പിക്കുന്ന മറ്റൊരു ദിനവുമില്ല എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞതായി കാണാം. മഹാനായ താബിഈ ഫുളൈൽ ബിൻ ഇയാദ് റഹിമഹുല്ലാ അദ്ദേഹം അറഫയിൽ നിൽക്കുന്ന ആളുകൾ അവരുടെ കരച്ചിലും അതുപോലെ തന്നെ അവർ ചെല്ലുന്ന തസ്ബീഹുകളും ഇതൊക്കെ കണ്ടുകൊണ്ട് മഹാനായ ഫുളൈൽ ബിൻ ഇയാദ് അദ്ദേഹം തന്റെ ശിഷ്യന്മാരോട് ചോദിക്കുകയുണ്ടായി, ഈ കൂടിയ ആളുകൾ അവരൊക്കെ ഒരു വ്യക്തിയുടെ അടുക്കലേക്ക് പോയിട്ട് ഫസഅലൂഹു ദാനികൻ, അദ്ദേഹത്തോട് അവർ ദാനിക് ചോദിക്കുകയാണ്. ദാനിക് എന്ന് പറഞ്ഞാൽ ഒരു ദിർഹമിന്റെ 1/6, അഥവാ വളരെ നിസ്സാരമായ തുകയാണ്, സംഖ്യയാണ്. അങ്ങനെ അവർ ഒരു വ്യക്തിയോട് പോയിട്ട് ഇത്രയും നിസ്സാരമായ ഒരു സംഖ്യ അവർ ചോദിക്കുകയാണെങ്കിൽ ആ വ്യക്തി അവരെ ഒന്നും നൽകാതെ അദ്ദേഹം തിരിച്ചയക്കുമോ? അദ്ദേഹത്തിന്റെ ശിഷ്യന്മാർ പറഞ്ഞു, ഒരിക്കലുമില്ല. അപ്പോൾ അദ്ദേഹം പറഞ്ഞതായിരിക്കണം, വല്ലാഹി ലൽ മഗ്ഫിറതു ഇൻദല്ലാഹി അഹ്വനു മിൻ ഇജാബതി റജുലിൻ ലഹും ബിദാനിക്. അദ്ദേഹം പറയുന്നു, അല്ലാഹുവാണ് സത്യം. അല്ലാഹുവിന്റെ അടുക്കൽ അല്ലാഹു അവിടെ തടിച്ചുകൂടിയ ആളുകൾക്ക് അല്ലാഹു പാപമോചനം ചെയ്തു കൊടുക്കുക എന്നത് അത് ആ മനുഷ്യൻ അവർക്ക് ആ നിസ്സാരമായ നാണയം നൽകുന്നതിനേക്കാൾ അള്ളാഹുവിന് എളുപ്പമുള്ള കാര്യമാണ്. അപ്പോൾ അല്ലാഹു സുബ്ഹാനഹു വ തആല അവന്റെ അടിമകൾക്ക് പാപം പുറത്തു കൊടുക്കും എന്നുള്ളത് അത് അല്ലാഹു സുബ്ഹാനഹു വ തആല വാഗ്ദാനം ചെയ്തിട്ടുള്ളതാണ്. അല്ലാഹു അവന്റെ വാഗ്ദാനം അതൊരിക്കലും ലംഘിക്കുകയില്ല. വിശുദ്ധ ഖുർആനിൽ അല്ലാഹു പറഞ്ഞില്ലേ, വമൻ യഅമൽ സൂഅൻ, ആരെങ്കിലും മോശമായ വല്ല പ്രവർത്തനവും ചെയ്തു, അല്ലെങ്കിൽ ഔ യദ്ലിം നഫ്സഹു, സ്വന്തത്തോട് തന്നെ ദുൽമ ചെയ്തു, അഥവാ തിന്മകൾ ചെയ്യുക എന്നുള്ളത് സ്വന്തത്തോട് ചെയ്യുന്ന അക്രമമാണ്. എന്നിട്ടോ സുമ്മ യസ്തഗ്ഫിരില്ലാഹ്, എന്നിട്ട് അല്ലാഹുവിനോട് ഇസ്തിഗ്ഫാർ ചോദിക്കുകയാണെങ്കിൽ യജിദില്ലാഹ ഗഫൂറർ റഹീമ, അല്ലാഹുവിനെ അവന് ഗഫൂറായി, ഗഫൂർ എന്ന് പറഞ്ഞാൽ ധാരാളം പൊറുക്കുന്നവനായി, അതുപോലെ തന്നെ റഹീമൻ, അങ്ങേയറ്റം റഹ്മത്ത് ചെയ്യുന്നവനായി അല്ലാഹുവിനെ അവന് കണ്ടെത്താൻ കഴിയുമെന്ന് വിശുദ്ധ ഖുർആനിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല പഠിപ്പിക്കുകയാണ്. ഇതാണ് ഹജ്ജിൽ നിന്ന് ഉൾക്കൊള്ളേണ്ട നാലാമത്തെ പാഠമായി പണ്ഡിതന്മാർ രേഖപ്പെടുത്തിയത്. അഞ്ചാമതായി അവർ പറഞ്ഞു, അദ്ദുആഉ വൽ ഹജ്ജ്, ഹജ്ജും പ്രാർത്ഥനയും അത് രണ്ടും തമ്മിൽ വലിയ ബന്ധമാണുള്ളത്. കാരണം ഒരു ഹാജി ഇഹ്റാമിൽ പ്രവേശിച്ചത് മുതൽ പിന്നീട് അവൻ മുഴുവൻ പ്രാർത്ഥന നിരതനായിക്കൊണ്ടിരിക്കുകയാണ്. ഓരോ ഘട്ടങ്ങളിലും പ്രാർത്ഥനയിലാണ്. അവന്റെ എല്ലാ സെക്കൻഡുകളും നിമിഷങ്ങളും അവൻ അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ മുൻപിൽ
പ്രാർത്ഥനയിലായി കഴിഞ്ഞുകൂടുന്നവനാണ്. ദുആ എന്നുള്ളത് അത് ഇബാദത്തിന്റെ കൂട്ടത്തിൽ ഏറ്റവും ശ്രേഷ്ഠകരമായതാണ്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞു, അദ്ദുആഉ ഹുവൽ ഇബാദ, പ്രാർത്ഥന അത് തന്നെയാണ് ആരാധന. അതിന്റെ അർത്ഥം ഇബാദത്ത് എന്ന് പറഞ്ഞാൽ പ്രാർത്ഥന മാത്രമാണ് എന്നല്ല. അതേതുപോലെയാണ് അൽ ഹജ്ജു അറഫ, ഹജ്ജ് എന്ന് പറഞ്ഞാൽ അറഫയിൽ സമ്മേളിക്കലാണ്. എന്താണ് അതിന്റെ അർത്ഥം? ഹജ്ജിലെ സുപ്രധാന കർമ്മമാണ് അറഫയിൽ സമ്മേളിക്കുക എന്നുള്ളത്. അറഫയിൽ നിന്നവന് ഹജ്ജ് കിട്ടി. അതുപോലെയാണ് ഇബാദത്തിന്റെ കൂട്ടത്തിൽ ഏറ്റവും പ്രധാനപ്പെട്ടതാണെന്ത്? ദുആ എന്ന് പറയുന്നത്. അപ്പോൾ ഹജ്ജിന്റെ വേളയിൽ നിർവഹിക്കുന്ന പ്രാർത്ഥനകൾക്ക് അതിന് പ്രത്യേകമായ ശ്രേഷ്ഠതയുണ്ട്. കാരണം ഹജ്ജ് നിർവഹിക്കപ്പെടുന്ന കാലവും സമയവും അത് അള്ളാഹു ശ്രേഷ്ഠത നൽകിയ സമയമാണ്. അതാണ് അറഫ ദിനത്തിലെ പ്രാർത്ഥനയെ കുറിച്ച് റസൂലുള്ളാഹി പറഞ്ഞു, ഖൈറുദ് ദുആഇ ദുആഉ അറഫ, ഏറ്റവും ശ്രേഷ്ഠകരമായ പ്രാർത്ഥന അത് അറഫ ദിനത്തിൽ നിർവഹിക്കപ്പെടുന്ന പ്രാർത്ഥനയാണ് എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞതായി കാണാം. അപ്പോൾ ഹജ്ജിന്റെ സന്ദർഭങ്ങളിൽ പല ഘട്ടങ്ങളിൽ പല പ്രാർത്ഥനകൾ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ പഠിപ്പിച്ചിട്ടുണ്ട്. അറഫയിൽ നിൽക്കുമ്പോഴുള്ള പ്രാർത്ഥനയുണ്ട്. അറഫയിൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞു, ഞാനും എന്റെ മുൻകഴിഞ്ഞു പോയ അമ്പിയാക്കന്മാരും അവരെല്ലാം അറഫയുടെ വൈകുന്നേരങ്ങളിൽ അവർ പ്രാർത്ഥിച്ചിട്ടുള്ള പ്രാർത്ഥനകളിൽ ഏറ്റവും ശ്രേഷ്ഠകരമായത് ഏതാണ്? ലാ ഇലാഹ ഇല്ലല്ലാഹു വഹ്ദഹു ലാ ശരീക ലഹു ലഹുൽ മുൽക്കു വലഹുൽ ഹംദ് വഹുവ അലാ കുല്ലി ഷൈഇൻ ഖദീർ. അതുപോലെ തന്നെ സഫാ പർവ്വതത്തിന്റെ മുകളിൽ കയറിയാൽ അവിടെ പ്രാർത്ഥനയുണ്ട്. ജംറകളിൽ കല്ലെറിയുന്ന സന്ദർഭങ്ങളിൽ പ്രാർത്ഥനയുണ്ട്. അങ്ങനെ ഓരോ ഘട്ടങ്ങളിലും ദുആ പഠിപ്പിക്കപ്പെട്ടിട്ടുണ്ട്. അപ്പോൾ ദുആവും ഹജ്ജും തമ്മിൽ വലിയ ബന്ധമാണുള്ളത്. പണ്ഡിതന്മാർ പറയുന്നു, ഇത് ഹജ്ജിന്റെ കാര്യത്തിൽ മാത്രമല്ല, മറിച്ച് എല്ലാ ഇബാദത്തുകളിലും ദുആഇനുള്ള സ്ഥാനം അത് വലുത് തന്നെയാണ്. ദീനിൽ അങ്ങേയറ്റം ഉയർന്ന സ്ഥാനമുള്ളതാണ് ദുആ എന്ന് പറയുന്നത്. അപ്പോൾ ഒരു വ്യക്തിയെ സംബന്ധിച്ചിടത്തോളം അവൻ അവന്റെ ജീവിതത്തിൽ ദുആ മുറുകെ പിടിക്കണം. അല്ലാഹു സുബ്ഹാനഹു വ തആലയോട് പ്രാർത്ഥിക്കുന്നവനായിരിക്കണം, തേടുന്നവനായിരിക്കണം. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞു, ലൈസ ശൈഉൻ അക്രമ അലല്ലാഹി മിനദ് ദുആ. റസൂലുള്ളാഹി പറയുകയാണ്, ഇബാദത്തുകളിൽ ദുആഇനേക്കാൾ ആദരണീയമായ, ദുആഇനേക്കാൾ മഹത്വമായ മറ്റൊന്നും തന്നെ അള്ളാഹുവിന്റെ പക്കലില്ല. എന്തുകൊണ്ടായിരിക്കും ഇബാദത്തുകളുടെ കൂട്ടത്തിൽ ദുആഇന് ഇത്രയും മഹത്വമുണ്ടാകാനുള്ള കാരണം എന്തായിരിക്കും? പണ്ഡിതന്മാർ പറഞ്ഞതായി കാണാം. ഒന്നാമത്തെ കാരണം എന്താണ്? ദുആ ചെയ്യുന്ന ഒരു വ്യക്തി അവൻ അള്ളാഹുവിന്റെ മുൻപിൽ അവന്റെ അശക്തതയും അവന്റെ കഴിവില്ലായ്മയും അവൻ വെളിവാക്കുകയാണ്. അള്ളാഹുവിലേക്ക് ഞാൻ ആവശ്യക്കാരനാണ് എന്ന് അള്ളാഹുവിന്റെ മുൻപിൽ അവൻ തുറന്നു സമ്മതിക്കുകയാണ്. അങ്ങനെ അത്രയും വിനയാന്വിതനായി അള്ളാഹുവിന്റെ മുൻപിൽ നിൽക്കുന്ന ഒരു സമയമാണ് ദുആ എന്ന് പറയുന്നത്. അതാണ് എന്ത്? ദുആ ഇബാദത്തുകളുടെ കൂട്ടത്തിൽ ശ്രേഷ്ഠമാകാനുള്ള ഒരു കാരണം. അള്ളാഹു പറഞ്ഞതുപോലെ, യാ അയ്യുഹന്നാസ് അൻതുമുൽ ഫുഖറാഉ ഇലല്ലാഹ്, നിങ്ങളെല്ലാം അള്ളാഹുവിലേക്ക് അങ്ങേയറ്റം ആവശ്യമുള്ളവരാണ്. എന്നാൽ വല്ലാഹു ഹുവൽ ഗനിയ്യുൽ ഹമീദ്, അള്ളാഹുവിന് ഒരാളെയും ആവശ്യമില്ല, അവൻ ജന്യനാണ്. അല്ലാഹു സമദ്, അള്ളാഹു ഏവർക്കും ആശ്രയമായിട്ടുള്ളവനാണ്. എന്നാൽ അള്ളാഹുവിന് ഒരാളെയും ഒരു സൃഷ്ടികളെയും അള്ളാഹുവിന് ആവശ്യമില്ല. ഇതാണ് ദുആ മഹത്തരമാകാനുള്ള ഒന്നാമത്തെ കാരണം. മഹാനായ മുവരിഖ് റഹിമഹുല്ലാ അദ്ദേഹം പറഞ്ഞതായി കാണാം, ഈ ദുനിയാവിൽ ഒരു മുഅ്മിനിന്റെ ഉപമ എങ്ങനെയാണ്? ഒരു സമുദ്രത്തിന്റെ നടുക്കടലിൽ, സമുദ്രത്തിന്റെ നടുവിൽ ഒരു മരത്തടിക്ക് മുകളിൽ അകപ്പെട്ട ഒരു വ്യക്തിയെ പോലെയായിരിക്കും ഈ ദുനിയാവിൽ മുഅ്മിനിന്റെ അവസ്ഥ. അവൻ എപ്പോഴും യാ റബ്ബ് യാ റബ്ബ് എന്ന് പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുന്നവനാണ്. നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കുക, ഒരു സമുദ്രത്തിന്റെ നടുവിൽ ഒരു മരത്തടിയിൽ അകപ്പെട്ട വ്യക്തിയുടെ മാനസികാവസ്ഥ എന്താണ്? അവന് രക്ഷപ്പെടാൻ ഇനി ഒരു മാർഗവുമില്ല, സഹായത്തിനുള്ള ഒരു മാർഗങ്ങളും അവന്റെ മുൻപിലില്ല. ഈ ഘട്ടത്തിൽ അള്ളാഹു അല്ലാതെ മറ്റാരും ഇനി രക്ഷിക്കില്ല എന്ന് ഉറപ്പായ സന്ദർഭമാണ്. അങ്ങനെ അവൻ അള്ളാഹുവെ വിളിച്ചുകൊണ്ടിരിക്കുകയാണ് ആ മരത്തടിക്ക് മുകളിൽ വെച്ച്. ഇതുപോലെയായിരിക്കണം ഒരു മുഅ്മിൻ ഈ ദുനിയാവിൽ കഴിയേണ്ടത്. അവൻ അവന്റെ ജീവിതകാലം മുഴുവൻ ഞാൻ അള്ളാഹുവിലേക്ക് അങ്ങേയറ്റം ആവശ്യക്കാരനാണ് എന്ന നിലയിലായിരിക്കണം ഓരോ വ്യക്തികളും ജീവിക്കേണ്ടത് എന്നാണ് ഇമാം മുവരിഖ് റഹിമഹുല്ലാ പറഞ്ഞതിന്റെ ഉദ്ദേശം. അതാണ് ദുആ അത് ശ്രേഷ്ഠതയാകാനുള്ള രണ്ടാമത്തെ കാരണമാണ്. ഒരു വ്യക്തി ദുആ ചെയ്യുന്ന സന്ദർഭത്തിൽ അവൻ അള്ളാഹുവിന്റെ കഴിവും ശക്തിയുമെല്ലാം തിരിച്ചറിയും. എന്റെ പ്രാർത്ഥന കേൾക്കുവാനും അതുപോലെ എന്റെ പ്രാർത്ഥനക്കനുസരിച്ച് അതിന് ഉത്തരം നൽകുവാനും കഴിവുള്ളവനാണ് അള്ളാഹു സുബ്ഹാനഹു വ തആല. ചിലപ്പോൾ ഞാൻ ചോദിച്ചതായിരിക്കില്ല അള്ളാഹു നൽകുക, അതിനേക്കാൾ ഉത്തമമായത് അള്ളാഹു എനിക്ക് നൽകും. ചിലപ്പോൾ ഞാൻ ചോദിച്ചത് അതെനിക്ക് ശർറാണെന്ന് അള്ളാഹു കരുതുകയും അത് അള്ളാഹു ആ ഉത്തരം അത് മാറ്റിവെക്കുകയും അതിനേക്കാളും ഉത്തമമായ മറ്റൊന്ന് എനിക്ക് നൽകുകയും ചെയ്യും. അങ്ങനെ അള്ളാഹുവിന്റെ കഴിവ് ഒരു വ്യക്തി തിരിച്ചറിയുന്ന ഘട്ടമാണ് ഇത്തരത്തിൽ അള്ളാഹുവിനോട് ദുആ ചെയ്യുന്ന ഘട്ടങ്ങൾ. അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ, അള്ളാഹുവിനോട് ധാരാളമായി ചോദിക്കുവാൻ, പ്രാർത്ഥിക്കുവാൻ നാം തയ്യാറാകേണ്ടതുണ്ട്. അള്ളാഹുവിനോടുള്ള ചോദ്യം, അള്ളാഹുവിനോടുള്ള ഈ പ്രാർത്ഥന അത് ഒഴിവാക്കുക എന്നുള്ളത് അള്ളാഹുവിന് അങ്ങേയറ്റം കോപമുണ്ടാക്കുന്ന കാര്യമാണ്. റസൂലുള്ളാഹി പറഞ്ഞു, മല്ലം യസ്അലില്ലാഹ
യഗ്ദബ അലൈഹി. ആരല്ലാഹുവിനോട് ചോദിക്കുന്നില്ലയോ, അള്ളാഹുവിനോട് തേടുന്നില്ലയോ, അള്ളാഹു അവനോട് കോപിക്കുന്നതാണ് എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞിട്ടുണ്ട്. എന്നാൽ മനുഷ്യരുടെ അവസ്ഥ എന്താണ്? നാം ഒരാളോട് ഒരു സഹായം ചോദിച്ചു, ആദ്യം അയാൾ നൽകും, വീണ്ടും വീണ്ടും ചോദിക്കുമ്പോൾ അയാൾക്കത് പ്രയാസമാണ്, അയാൾക്ക് നിന്നോട് ഒരു വെറുപ്പുണ്ടാകും. നീ ചോദിക്കുന്നതാണ് അയാൾക്ക് വെറുപ്പ്. എന്നാൽ അള്ളാഹുവിന് അങ്ങനെയല്ല. ഒരു കവി പറഞ്ഞതായി കാണാം, ലാ തസ്അലന്ന ബുനയ്യ ആദമ ഹാജതൻ. നീ മനുഷ്യരോട്, ആദം സന്തതിയോട് നീ നിന്റെ ഒരാവശ്യവും ചോദിക്കാൻ പാടില്ല. വസലില്ലദി അബ്വാബുഹു ലാ തുഹ്ജബു. ഒരിക്കലും അടക്കപ്പെടാത്ത, ഒരിക്കലും തടയപ്പെടാത്ത കവാടങ്ങളുടെ ഉടമയായ അള്ളാഹുവിനോട് നീ ചോദിച്ചു കൊള്ളുക. എന്നിട്ട് പറയുന്നു, അല്ലാഹു യഗ്ദബു ഇൻ തറക്ത സുആലഹു വബുനയ്യ ആദമ ഹീന യുസ്അലു യഗ്ദബു. അള്ളാഹുവിനുള്ള ചോദ്യങ്ങൾ നീ ഉപേക്ഷിക്കുമ്പോൾ അള്ളാഹു നിന്നോട് കോപിക്കുന്നതാണ്. എന്നാൽ ആദം സന്തതിയാകട്ടെ, അവനോട് ചോദിക്കുമ്പോഴെല്ലാം അവന് നിന്നോട് വെറുപ്പാണ്, അവന് നിന്നോട് അനിഷ്ടമാണ്, അവനതൊരു അലോസരമാണ് എന്ന് ആ കവി പറഞ്ഞതായി കാണാം. കാരണം അള്ളാഹു ഔദാര്യവാനാണ്. അള്ളാഹുവിന്റെ കയ്യിലുള്ളത് അത് തീർന്നു പോകുന്നില്ല. യദുല്ലാഹി മൽആ. അള്ളാഹുവിന്റെ കരങ്ങൾ അത് നിറഞ്ഞതാണ്. ലാ തഗീബുഹാ നഫഖത്തുൻ. അള്ളാഹു എത്ര തന്നെ ചെലവഴിച്ചാലും അതിൽ യാതൊന്നും കുറവ് വരുന്നില്ല. സഹാഉൽ ലൈലി വന്നഹാർ. സഹാഉൽ ലൈല വന്നഹാർ. രാപ്പകലുകൾ വ്യത്യാസമില്ലാതെ അള്ളാഹു ധാരാളമായി നൽകിക്കൊണ്ടിരിക്കുന്നവനാണ്. എത്ര തന്നെ നൽകിയാലും അള്ളാഹുവിന്റെ കരങ്ങളിലുള്ളത് അതൊരിക്കലും തീർന്നു പോകുന്നില്ല. അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ, ദുആ ചെയ്യാൻ നമുക്ക് മടിയുണ്ടാകാൻ പാടില്ല. റസൂലുള്ളാഹി പറഞ്ഞില്ലേ, അഅജസുൻ നാസി മൻ അജസ അനി ദുആ. ജനങ്ങളിൽ ഏറ്റവും ദുർബലൻ, കഴിവില്ലാത്തവൻ, അശക്തനാരാ? അവൻ ദുആ ചെയ്യാതെ അതിൽ നിന്ന് മാറി നിൽക്കുന്നവനാണ് എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞതായി കാണാം. അതുകൊണ്ട് നമ്മുടെ ദുനിയാവിന്റെ ആവശ്യങ്ങൾ അതൊക്കെ വരുന്ന സന്ദർഭത്തിൽ ഭൗതികമായ കാര്യങ്ങൾ, ഭൗതികമായ കാരണങ്ങളും മാർഗങ്ങളും ഒക്കെ നമ്മൾ സ്വീകരിക്കും. പക്ഷേ അതിനുള്ള സഹായം ലഭിക്കാൻ അള്ളാഹുവിന്റെ മുൻപിൽ പലരും ചോദിക്കാറില്ല. നമ്മൾ ആദ്യമായി ചോദിക്കേണ്ടത് അള്ളാഹുവിന്റെ മുൻപിലാണ്. നിന്റെ എന്ത് കാര്യങ്ങളും, എന്ത് ആവശ്യങ്ങളും, എന്ത് പ്രയാസങ്ങളും അത് അള്ളാഹുവിന്റെ മുൻപിൽ ചോദിക്കുക, അള്ളാഹുവിന്റെ മുമ്പിൽ നീ ഇറക്കി വെക്കുക. ഈ പാഠമാണ് ഹജ്ജിൽ നിന്നും നമ്മൾ അഞ്ചാമതായി ഉൾക്കൊള്ളേണ്ട പാഠം. ആറാമതായി പണ്ഡിതന്മാർ പറഞ്ഞു, അത്തഹ്ദീറു മിനൽ ഗുലൂവി ഫിദ്ദീൻ. ദീനിൽ അതിരുകവിയുന്നതിനെ കുറിച്ചുള്ള താക്കീതാണ് ഹജ്ജിൽ നിന്ന് നമ്മൾ പഠിക്കേണ്ട പ്രധാനപ്പെട്ട പാഠം. എന്താണ് അൽ ഗുലൂവ് എന്ന് പറഞ്ഞാൽ? അസ്സിയാദതു അലൽ ഹദ്ദിൽ മശ്റൂഅ. ദീനിൽ ഓരോ കാര്യങ്ങൾക്കും അതിൻ്റെതായ പരിധികളുണ്ട്. ആ പരിധി വിട്ടുകൊണ്ട് അതിന് വിട്ടുകിടക്കുക, അതിനാണ് എന്ത് പറയുക? അൽ ഗുലൂവ് എന്ന് പറയുക. മഹാനായ അബ്ദുല്ലാഹി ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹു അദ്ദേഹം പറയുകയാണ്, ദുൽഹിജ്ജ 10 ജംറത്തുൽ അഖബയിൽ കല്ലെറിയുന്ന ദിവസമാണ്. അന്ന് രാവിലെ പ്രഭാതത്തിൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ ദീനിൽ അതിര് കവിയുന്നതിനെ കുറിച്ചുള്ള താക്കീതാണ് അടുത്തതായി ഹജ്ജിൽ നിന്നും ഉൾക്കൊള്ളേണ്ട പാഠം. ദുൽഹിജ്ജ 10 ജംറത്തുൽ അഖബയിൽ കല്ലെറിയുന്ന ദിവസമാണ്. അന്ന് രാവിലെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തന്റെ വാഹനപ്പുറത്തിരിക്കുകയാണ്. എന്നിട്ട് സഹാബത്തിനോട് അവിടുന്ന് എറിയാനുള്ള കല്ലുകൾ പൊറുക്കി നൽകാൻ ആവശ്യപ്പെട്ടു. അങ്ങനെ സഹാബത്ത് ആ കല്ലുകൾ പൊറുക്കി കൊടുത്തു. ആ കല്ലുകളുടെ വലിപ്പം എന്ന് പറയുന്നത് ഒരു കടലമണിയോളം വരുന്ന അത്രയും ചെറിയ കല്ലുകളാണ്. എന്നിട്ട് റസൂലുള്ളാഹി അവിടുന്ന് പറഞ്ഞു, ബിമിസ്ലി ബി അംസാലിഹാ ഉല. ഇതുപോലെയുള്ള കല്ലുകൾ കൊണ്ട് നിങ്ങൾ എറിഞ്ഞുകൊള്ളുക. എന്നിട്ട് അവിടുന്ന് പറയുന്നു, വ ഇയ്യാകും വൽ ഗുലൂവ ഫിദ്ദീൻ. ദീനിന്റെ കാര്യത്തിൽ നിങ്ങൾ അതിര് കടക്കുന്നത് നിങ്ങൾ സൂക്ഷിക്കുക. ഫഇന്നമാ അഹ്ലക മൻ കാന ഖബ്ലകും അൽ ഗുലൂവു ഫിദ്ദീൻ. നിങ്ങൾക്ക് മുൻപുണ്ടായിരുന്ന ജൂത ക്രൈസ്തവരായ ആളുകൾ അവരെയൊക്കെ നശിപ്പിച്ച കാര്യം എന്താണ്? ദീനിലുള്ള അതിര് കടക്കലാണ്. അപ്പൊ ദീനിൽ അതിര് കവിയുക എന്ന് പറഞ്ഞാൽ പഠിപ്പിക്കപ്പെട്ട കാര്യത്തിന്റെ അപ്പുറത്തേക്ക് അതിനേക്കാൾ വർദ്ധിപ്പിച്ച് ചെയ്യുക എന്നുള്ളതാണ് എന്ത് ഗുലൂവ് എന്ന് പറയുന്നത്. അപ്പോൾ ഒരു കല്ല് അതിന്റെ വലിപ്പം പോലും കൂടാൻ പാടില്ല എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ അവിടുന്ന് വിലക്കുകയാണ്. പിന്നെ നിസ്കാരത്തിന്റെയും അതുപോലെ തന്നെ വിശ്വാസ കാര്യങ്ങളിലൊക്കെ ഇത്തരത്തിൽ അതിര് കവിയുന്ന ആളുകൾ അവരുടെ അവസ്ഥ എന്തായിരിക്കുമെന്ന് നാം ആലോചിക്കേണ്ടതുണ്ട്. ഇത്തരത്തിൽ ദീനിൽ അതിര് കവിഞ്ഞ ആളുകൾ ആരാണ്? അഹ്ലുൽ കിതാബാൻ. അള്ളാഹു പറഞ്ഞു, യാ അഹ്ലൽ കിതാബ്. കിതാബ് നൽകപ്പെട്ട ആളുകൾ അഥവാ ജൂത ക്രൈസ്തവരായ ആളുകൾ, അവരോട് അള്ളാഹു പറയുന്നു, ലാ തഗ്ലൂ ഫീ ദീനിക്കും. നിങ്ങളുടെ ദീനിൽ അതിര് കവിയാൻ പാടില്ല. അപ്പോൾ ആ ദീനിൽ അതിര് കവിയുന്നവർ അവർ സാദൃശ്യപ്പെടുന്നവർ ആരോടാണ്? വേദക്കാരോടാണ് എന്ന് നമുക്ക് മനസ്സിലാക്കാൻ കഴിയും. നസ്രാണികളായ ആളുകൾ, ക്രൈസ്തവരായ ആളുകൾ, അവർ ഈസാ അലൈഹിസ്സലാമിന്റെ വിഷയത്തിൽ, അതുപോലെ തന്നെ ഈസാ അലൈഹിസ്സലാമിന്റെ മാതാവായ മറിയം ബീവിയുടെ വിഷയത്തിൽ അവർ അതിര് കടക്കുകയുണ്ടായി. അവർ അള്ളാഹുവിന്റെ അടിമകളാണ്. പക്ഷേ ആ പരിധി വിട്ടുകൊണ്ട് അവർ അവരെ ആരാധിക്കുന്നവരാക്കി, അവർ ആരാധ്യ വസ്തുക്കളായി അവർ സ്വീകരിച്ചു. അതെന്താണ്?
അത് അതിരി കടക്കലാണ് എന്ന് നമുക്ക് മനസ്സിലാക്കാൻ കഴിയും. ശിർക്ക്, ഈ ഭൂമിയിലേക്ക് ശിർക്ക് കടന്നു വന്നത് എങ്ങനെയാണ്? വദ്ദും അതുപോലെ യഊസും യഊഖും നസ്റും ഇവരൊക്കെ ആരാധിക്കപ്പെട്ടത് എങ്ങനെയാണ്? ഇവരൊക്കെ ആരാണ്? നൂഹ് അലൈഹിസ്സലാമിന്റെ കാലത്ത് ജീവിച്ച സ്വാലിഹീങ്ങളായ ആളുകളായിരുന്നു. ആ സ്വാലിഹീങ്ങളായ ആളുകൾ അവരെ ആദരിക്കുകയും ബഹുമാനിക്കുകയും ചെയ്യുക എന്നതായിരുന്നു അവരുടെ ലക്ഷ്യം. പക്ഷേ ആ പരിധി വിട്ടുകൊണ്ട് ആദരവും ബഹുമാനവുമെല്ലാം അത് ആരാധനയിലേക്ക് എത്തുകയുണ്ടായി. അപ്പോൾ ഇത്തരത്തിൽ ഉലൂവിനെ കുറിച്ചുള്ള താക്കീതാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ അവിടുന്ന് ഹജ്ജിന്റെ വേളയിൽ നൽകുന്നത്. നമുക്കെല്ലാവർക്കും അറിയുന്ന സംഭവമാണ്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അടുക്കൽ 3 വ്യക്തികൾ കടന്നു വന്നു റസൂലിന്റെ വീട്ടിലേക്ക്. ആ സന്ദർഭത്തിൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ അവിടെ ഇല്ലായിരുന്നു. എന്നിട്ട് റസൂലിന്റെ ഇബാദത്തുകളെ കുറിച്ചൊക്കെ അവർ ചോദിച്ചറിഞ്ഞു. എന്നിട്ട് അവർ പറഞ്ഞു, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ, ആ റസൂലിന് അല്ലാഹു പാപ സുരക്ഷിതത്വം നൽകിയിട്ടുണ്ട്, നമ്മളും റസൂലും എവിടെയാണ് നിൽക്കുന്നത്? എന്നിട്ട് അവരിൽ ഒന്നാമത്തെ വ്യക്തി തീരുമാനിക്കുകയാണ്, അമ്മാ അന ഫഇന്നി ഉസല്ലി ലൈല അബദ, ഞാൻ ഇനി രാത്രി മുഴുവൻ നമസ്കാരമായിരിക്കും. രണ്ടാമത്തെ വ്യക്തി പറയുന്നു, അന അസൂമു ദഹ്റ വലാ ഉഫ്തിർ, നോമ്പില്ലാത്ത ഒരു ദിവസവും എന്നിലൂടെ കടന്നു പോവില്ല, എല്ലാ ദിവസവും എനിക്ക് നോമ്പാണ്. മൂന്നാമത്തെ വ്യക്തി പറഞ്ഞു, അന അഅ്തസിലു നിസാഅ ഫലാ അതസവ്വജു അബദ, ഞാൻ കല്യാണം കഴിക്കില്ല, കാരണം കല്യാണം കഴിക്കുക, മക്കളുണ്ടാവുക എന്നുള്ളതൊക്കെ അതൊക്കെ ഇബാദത്തിന് തടസ്സമാണ് എന്ന് അവർ പ്രഖ്യാപിക്കുകയുണ്ടായി, അവർ തീരുമാനിക്കുകയുണ്ടായി. എന്നിട്ട് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ പിന്നീട് അവരെ കണ്ടുമുട്ടുകയും എന്നിട്ട് അവരോട് ചോദിക്കുകയുണ്ടായി, നിങ്ങളാണോ ഇങ്ങനെയൊക്കെ തീരുമാനമെടുത്തു പോയ ആളുകൾ? എന്നിട്ട് അവിടുന്ന് പറയുന്നു, വല്ലാഹി, അല്ലാഹുവാണ് സത്യം, ഇന്നി ലഅഖ്ശാകും ലില്ലാഹ് വഅത്ഖാകും ലഹ്, നിങ്ങളിൽ അല്ലാഹുവിനെ ഏറ്റവും നന്നായി ഭയപ്പെടുന്നവൻ ഞാനാണ്, അല്ലാഹുവെ ഏറ്റവും നന്നായി സൂക്ഷിക്കുന്നവൻ ഞാനാണ്. എന്നിട്ട് പറയുന്നു, ലാകിന്നി അസൂമു വഅഫ്തിർ, ഞാൻ നോമ്പെടുക്കാറുണ്ട്, നോമ്പില്ലാത്ത ദിവസങ്ങളും എന്നിലൂടെ കടന്നു പോകാറുണ്ട്. വഉസല്ലി വഅർഖുദ്, ഞാൻ രാത്രി നമസ്കരിക്കാറുണ്ട്, രാത്രി ഉറങ്ങാറുമുണ്ട്. വഅതസവ്വജു നിസാഅ, ഞാൻ വിവാഹം ചെയ്തിട്ടുണ്ട്. എന്നിട്ട് റസൂലുള്ളാഹി പറയുന്നു, ഫമൻ റഗിബ അൻ സുന്നതി ഫലൈസ മിന്നി, ആരാണോ എന്റെ സുന്നത്തിൽ നിന്ന് അവൻ വിമുഖത കാണിക്കുന്നത് അവൻ എന്നിൽപ്പെട്ടവനല്ല എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ അവിടുന്ന് പറഞ്ഞതായി കാണാം. അപ്പോൾ ദീനിൽ അതിൽ അതിരി കവിയാൻ പാടില്ല എന്നുള്ളതാണ് ഹജ്ജിൽ നിന്ന് നമ്മൾ മനസ്സിലാക്കേണ്ട പാഠം. മറിച്ച് അള്ളാഹു കൽപ്പിച്ചതെന്താണോ, റസൂല് കൽപ്പിച്ചതെന്താണോ അവിടെ നമ്മൾ നിലകൊള്ളുകയാണ് വേണ്ടത്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞില്ലേ, ലാ തുത്റൂനി കമാ അത്റത്തിൻ നസാറ ഇബ്ന മറിയം, ക്രൈസ്തവരായ ആളുകൾ അവർ ഈസാ അലൈഹിസ്സലാമിനെ അമിതമായി പ്രശംസിച്ചതുപോലെ നിങ്ങൾ എന്നെ പ്രശംസിക്കാൻ പാടില്ല. ഫഇന്നമാ അന അബ്ദുഹു, ഞാൻ അള്ളാഹുവിന്റെ അടിമ മാത്രമാണ്. അതുകൊണ്ട് ഫഖൂലു അബ്ദുല്ലാഹി വറസൂലു, ഞാൻ അള്ളാഹുവിന്റെ അടിമയും അവന്റെ റസൂലുമാണ് എന്ന് നിങ്ങൾ പറഞ്ഞുകൊള്ളുക. അതിനപ്പുറത്തേക്ക് ഇല്ലാത്ത മദ്ഹുകൾ പറഞ്ഞ് എന്നെ നിങ്ങൾ പുകഴ്ത്താൻ പാടില്ല എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ സ്വഹാബത്തിനോട് പറഞ്ഞതായി കാണാം. അപ്പോൾ ദീനിൽ കൽപ്പിക്കപ്പെട്ട അതിർവരമ്പുകൾ അതിൽ ലംഘിക്കുന്നതിനാണെന്ന് പറയുക ഉലൂ എന്ന് പറയുക. എന്നാൽ നമ്മുടെ നാട്ടിൽ തെറ്റിദ്ധരിക്കപ്പെട്ടിരിക്കുകയാണ്. എന്താണ്? ചില ആളുകൾ പറയും ഉലൂ എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് തീവ്രതയാണ്. എന്താണ് തീവ്രത? അവൻ താടി വെക്കുന്നുണ്ട്, അതല്ലെങ്കിൽ മ്യൂസിക്കുള്ള സംഗീതമുള്ള പരിപാടികൾക്ക് അവൻ പങ്കെടുക്കാറില്ല, അത്തരം സദസ്സുകളിൽ പോകാറില്ല, അന്യപുരുഷന്മാർ അന്യ സ്ത്രീകൾ കൂടിക്കലരുന്ന അത്തരം സദസ്സുകളിൽ കല്യാണങ്ങളിൽ പങ്കെടുക്കാറില്ല. അതുപോലെ തന്നെ അവരുടെ വസ്ത്രവും അവരുടെ സ്വഭാവങ്ങളും അവരുടെ വേഷങ്ങളും ഒക്കെ റസൂലിന്റെ സുന്നത്തുമായി യോജിപ്പിക്കാൻ പരിശ്രമിക്കുന്നത് കാണുമ്പോൾ എന്ത് പറയും? നിങ്ങൾക്ക് തീവ്രതയാണ്, നിങ്ങൾക്ക് ഒലുവാണ് എന്ന് പറയുന്ന ആളുകളുണ്ട്. അതൊരിക്കലും ഒലുവല്ല, മറിച്ച് പ്രമാണങ്ങളിൽ എന്ത് വന്നുവോ റസൂലിന്റെ സുന്നത്ത് എന്താണോ അത് നടപ്പിലാക്കുക, അവരാണിത്. അതാണ് അഹ്ലുൽ വസത്ത്, നേരായ മധ്യമമായ നിലപാടിന്റെ ആളുകൾ അവരാണ് എന്ന് നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട്. ഹജ്ജിൽ നിന്നും ഉൾക്കൊള്ളാനുള്ള അടുത്ത പാഠമാണ് മുഖാലഫത്തുൽ മുശ്രിക്കീൻ, മുശ്രിക്കുകളോട് എതിരാവുക എന്നുള്ള പാഠം. മഹാനായ താബിഈ അംർ ഇബ്നു മൈമൂൻ റഹിമഹുല്ലാഹ് അദ്ദേഹം പറയുന്നു, ഷഹിദ്തു ഉമറ റളിയല്ലാഹു അൻഹു സല്ല ബിജംഇൻ അസ്സുബ്ഹ, ഉമർ റളിയല്ലാഹു അൻഹു മുസ്ദലിഫയിൽ വെച്ച് സുബഹി നമസ്കരിക്കുന്നത് ഞാൻ കണ്ടു. എന്നിട്ട് അദ്ദേഹം പറയുകയാണ്, സുമ്മ വഖഫ ഫഖാൽ, സുബഹി നമസ്കാരത്തിന് ശേഷം ഉമർ റളിയല്ലാഹു അൻഹു എഴുന്നേറ്റ് നിന്നു. എന്നിട്ട് അദ്ദേഹം പറയുകയാണ്, ഇന്നൽ മുശ്രിക്കീന കാനൂ ലാ യുഫീദൂന ഹത്താ തത്ലുഅ അശംസ്, മുശ്രിക്കുകളായ ആളുകൾ അവർ മുസ്ദലിഫയിൽ നിന്ന് എപ്പോഴാണ് പുറപ്പെടാറുള്ളത്? സൂര്യൻ ഉദിച്ചതിന് ശേഷമേ അവർ പുറപ്പെടാറുള്ളൂ. എന്നിട്ട് അവർ പറയുമായിരുന്നു, അശ്രിഖ് സബീർ, സബീർ എന്നുള്ളത് മുസ്ദലിഫയിലെ ഒരു പർവ്വതമാണ്. ആ പർവ്വതം അത് സൂര്യപ്രകാശം കൊണ്ട് വെട്ടിത്തിളങ്ങും. ആ സന്ദർഭത്തിലാണെന്ത്? മുശ്രിക്കുകളായ ആളുകൾ ആ സൂര്യൻ ഉദിച്ചതിന് ശേഷമേ അവർ മുസ്ദലിഫയിൽ നിന്ന് പോകാറുള്ളൂ. എന്നിട്ട് അദ്ദേഹം പറഞ്ഞു, വഅന്ന നബിയ്യ സല്ലല്ലാഹു അലൈഹി വസല്ലമ ഖാലഫഹും, റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലമ
മുശ്രിക്കുകളുടെ ഈ പ്രവൃത്തിയോട് അവിടുന്ന് എതിരാവുകയുണ്ടായി. ثم أفاض قبل أن تطلع الشمس. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ മുസ്ദലിഫയിൽ നിന്ന് സൂര്യൻ ഉദിക്കുന്നതിന് മുൻപ് തന്നെ അവിടുന്ന് പുറപ്പെടാറുണ്ടായിരുന്നു, മിനായിലേക്ക് പോകാറുണ്ടായിരുന്നു എന്ന് അദ്ദേഹം രേഖപ്പെടുത്തിയതായി കാണാം. അതുകൊണ്ട് മുശ്രിക്കുകളോട്, ബഹുദൈവാരാധകരോട് അവരോട് എതിരാകുക എന്നുള്ളത് അത് നമ്മുടെ ദീനിൽ പഠിപ്പിക്കപ്പെട്ട കാര്യമാണ്. അവരോട് സാദൃശ്യപ്പെടുക എന്നുള്ളത് അതൊരു പാപമാണ്, ഒരു തിന്മയാണ്, ഒരു തെറ്റാണ്. അതുകൊണ്ട് മുശ്രിക്കുകളായ ആളുകൾ അവർക്ക് പ്രത്യേകമായുള്ള ആഘോഷങ്ങൾ, അവർക്ക് പ്രത്യേകമായുള്ള വസ്ത്രങ്ങൾ, അവർക്ക് പ്രത്യേകമായുള്ള ആചാരങ്ങൾ, അതിനോടൊന്നും മുസ്ലിമായ ഒരു വ്യക്തിക്ക് അവന് സാദൃശ്യപ്പെടാൻ കഴിയുകയില്ല, അവന് സാദൃശ്യപ്പെടാൻ പാടില്ല എന്ന പാഠവും ഹജ്ജിൽ നിന്നും പണ്ഡിതന്മാർ രേഖപ്പെടുത്തിയതായി കാണാം. ഇതല്ലാതെ ഒട്ടനവധി പാഠങ്ങൾ ഹജ്ജിൽ നിന്നും നമുക്ക് ഉൾക്കൊള്ളാനുണ്ട്. ഇത്രയും പറയപ്പെട്ട കാര്യങ്ങളെല്ലാം അത് ജീവിതത്തിൽ പ്രാവർത്തികമാക്കുകയും മറ്റുള്ളവർക്ക് എത്തിച്ചു കൊടുക്കുകയും ചെയ്യുക. അല്ലാഹു സുബ്ഹാനഹു വ തആല സത്യം സത്യമായി സ്വീകരിക്കുവാനും ബാത്തിലിനെ ബാത്തിലായി കണ്ടുകൊണ്ട് അതിനെ തള്ളിക്കളയാനുള്ള തൗഫീഖ് നമുക്കേവർക്കും അല്ലാഹു സുബ്ഹാനഹു വ തആല നൽകുമാറാകട്ടെ. അല്ലാഹുമ്മ ഗഫിർ ലിൽ മുഅ്മിനീന വൽ മുഅ്മിനാത്ത് വൽ മുസ്ലിമീന വൽ മുസ്ലിമാത്ത് അൽ അഹ്യാഇ മിൻഹും വൽ അംവാത്ത് ഇന്നക മുജീബുദ് ദഅവാതി യാ ഖാദിയൽ ഹാജാത്ത്. റബ്ബനാ ആതിനാ ഫിദ് ദുനിയ ഹസന വഫിൽ ആഖിറതി ഹസനതൻ വഖിനാ അദാബൻ നാർ.